ओम शांति। तो विशेष हम लोगों की बात चल रही थी सहन शक्ति को डेवलप करने के लिए, सहन शक्ति को बढ़ाने के लिए, व्यर्थों से मुक्त बनने के लिए ड्रामा के ऊपर विश्वास। ये पहली बात। तो जो मुझे जहाँ रखा है, जिस परिवार में रखा है, जिन बच्चों के साथ रहते हैं, इन सब के पीछे बहुत बड़ा कल्याण है, क्योंकि भगवान कल्याणकारी हैं, ड्रामा कल्याणकारी है। मुझे क्या क्यों कर करके अपना टाइम वेस्ट नहीं करना, मुझे हर जगह पर रखा है, वहाँ सहन करना है, പോസിറ്റീവ് बनना है. നമ്മൾ ഏത് വിഷയത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്? സഹനശക്തിയെക്കുറിച്ചാണ്. സഹനശക്തി എങ്ങനെ നമ്മളുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള പോയിന്റ്സാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിന്റ് ആയിരുന്നു, നമ്മൾ എവിടെയാണോ ബാബ വെച്ചിരിക്കുന്നത്, ഏത് വീട്ടിൽ, ഏത് ഭർത്താവിൻ്റെ ഇടയിൽ, ഏത് മക്കളുടെ ഇടയിലാണോ വെച്ചിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. കാരണം ഡ്രാമ മംഗളകാരിയാണ്, ബാബ മംഗളകാരിയാണ്. നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മളുടെ ഉള്ളിൽ സഹനശക്തി എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. सहन शक्ति को बढ़ाने के लिए, अपने विचारों को सकारात्मक बनाने के लिए दूसरी पॉइंट है, गीता का, रामायण का, महाभारत का सार है, जो हुआ अच्छा हुआ, जो हो रहा अच्छा, जो होगा वो भी अच्छा. मेरे जीवन की हर घटना में कल्याण है. इस बात को समझ करके मन को चुप रखना, सहनशील बनना. സഹനശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിലെ വ്യർത്ഥ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ്, അടുത്ത പോയിന്റ് ഇതാണ്. ഇത് ഡ്രാമയുടെ, ഗീതയുടെ, രാമായണത്തിൻ്റെ, മഹാഭാരതത്തിൻ്റെ, ഗീതയുടെ ഒക്കെ എല്ലാത്തിൻ്റെയും പൊരുളാണ്. എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുവോ അത് നല്ലതിനാണ്. ഈ ഒരു രഹസ്യം നമ്മളുടെ മനസ്സിൽ സദാ നമ്മൾ കുറിച്ചിടണം. നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അത് മംഗളത്തിന് വേണ്ടിയിട്ടാണ്. आपके आसपास के जो भी लोग हैं, क्योंकि भगवान को कभी एक बार फुर्सत थी, तब उसने हर एक का ड्रामा बनाया, और ऐसा ड्रामा बनाया उसके आसपास को जो रखा हुआ है, ये सब उसका कल्याण करने वाले हैं. लेकिन हम कभी कभी निगेटिव में आकर के सोचते ये मेरे साथ क्यों करता है, इसने ऐसा क्यों किया, और इसीलिए सहन नहीं होता, गुस्सा आता है, अपना टाइम वेस्ट हो जाता है. നമ്മളുടെ കൂടെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നല്ലവരാണ്. നോക്കണം, ഒരു പ്രാവശ്യം ഭഗവാന് തോന്നി ഒരു നാടകം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഭഗവാൻ ഈ നാടകം ഉണ്ടാക്കി. എന്നിട്ട് നമ്മളുടെ കൂടെ കുറേ ആളുകളെ വെച്ചു. അവരെല്ലാവരും യഥാർത്ഥത്തിൽ നമ്മളുടെ മംഗളത്തിന് വേണ്ടിയാണ് നമ്മളുടെ കൂടെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഭഗവാൻ ഇങ്ങനെ നാടകം ഉണ്ടാക്കൂ? നമ്മളാണ് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ വീട്ടിലിരുന്ന് ചിന്തിക്കും, ഇവരെന്താ ഇങ്ങനെ, ഇവരെന്തിനാ ഇവിടെ വന്നത്, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മളുടെ ഉള്ളിൽ നെഗറ്റീവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വരും? ദേഷ്യം വരും, സഹനശക്തി ഇല്ലാതാവും. ഇങ്ങനെ ചിന്തിക്കണം, നമ്മളുടെ കൂടെ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം നല്ലവരാണ്. किसी ने मेरी ट्रांसफर की, यहाँ की चुगली, यहाँ की, हर बात में कल्याण है. इसलिए मन को चुप रखो, सहनशील बनो. നമ്മൾ എന്തിനാണ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കിയത്, എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്, ഇതൊന്നും ചിന്തിക്കാതെ മനസ്സിനെ സദാ ശാന്തമാക്കി വെക്കൂ. ഇങ്ങനെ ചിന്തിക്കൂ, എന്ത് സംഭവിക്കുന്നുവോ അതിൽ മംഗളമുണ്ട്. സഹനശീലരായിട്ട് മാറും. परिस्थितियों के समय याद रखना, बहुत गहरी बात है. परिस्थिति के समय जो सहन करता है वही परिस्थिति उसके लिए वरदान बन जाती है. परिस्थिति के समय जो निगेटिव सोचता है, गुस्सा करता है, वही परिस्थिति उसके लिए श्राप बन सकती है. പ്രശ്നങ്ങൾ വരുമ്പം നോക്കണം, എന്താ ചിന്തിക്കേണ്ടത്? പ്രശ്നങ്ങൾ വരുമ്പം ആരാണോ സഹിക്കാൻ തയ്യാറാകുന്നത് അവർക്ക് ആ പ്രശ്നങ്ങൾ വരദാനമായിട്ട് മാറും. എന്നാൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണോ നെഗറ്റീവ് ചിന്തിക്കുന്നത്, പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണോ ദേഷ്യം പിടിക്കുന്നത്, അവർക്ക് അതേ പ്രശ്നം തന്നെ ശാപമായിട്ട് മാറും. इसीलिए पॉजिटिव बनना ये समझदारी है, निगेटिव बनना ये अज्ञानी की निशानी है. इसीलिए पॉजिटिव बनना. അതുകൊണ്ട് പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് വിവേകം. ഒരു വിവേകിയുടെ ലക്ഷണം അതാണ്. നെഗറ്റീവ് ആകുക എന്ന് പറയുന്നത് ഒരു അജ്ഞാനിയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് സദാ പോസിറ്റീവ് ആകണം. आकाश में थूकेंगे, थूका कहाँ आएगा? अपने ही सिर पर आएगा. कोई परिस्थिति के बारे में निगेटिव सोचेंगे, विरस सोचेंगे, आपका ही शक्ति आ गई, आपके संकल्प चले गए, आपका समय चला गया. इसीलिए हर परिस्थिति को मन में चुप रखना.
നമ്മൾ പറയില്ലേ, മുകളിലേക്ക് നോക്കി നമ്മൾ തുപ്പുകയാണെങ്കിൽ ആരുടെ മേലെ തന്നെ വീഴും? നമ്മളുടെ മേലെ തന്നെ വീഴും. അതേപോലെ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ നെഗറ്റീവ് ചിന്തിച്ചാൽ അതിൻ്റെ പ്രഭാവം ആർക്ക് തന്നെയാണ് വരിക? നമുക്ക് തന്നെ വരിക. അതുകൊണ്ട് എന്ത് സിറ്റുവേഷൻ വന്നാലും മനസ്സിനെ ശാന്തമാക്കി വെക്കണം, നിശബ്ദമാക്കി വെക്കണം, ഓരോ സാഹചര്യത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കണം. एक रामायण की घटना सुनाता हूँ. राम राजा बनने वाला था, लेकिन रात में आकर के मंथरा ने कई को 2-4 उल्टी बातें सुनाई और राम को राजा बनाने के बजाय उसको 14 वर्ष वनवा में भेजा. सीता गई, लक्ष्मण गया, तीनों भी घर से चले गए. वियोग के कारण दशरथ ने प्राण त्यागा. पूरा घर में प्रॉब्लम ही प्रॉब्लम. किसके कारण? मंत्रा के कारण. നോക്കണേ, രാമായണത്തിൻ്റെ ഒരു സംഭവം പറയാം. രാമനായിരുന്നു രാജാവാകേണ്ടിരുന്നത്. എന്നാൽ മന്ദര പോയിട്ട് കൈകേയിയുടെ അടുത്ത് കുറേ നെഗറ്റീവ് പറഞ്ഞു കൊടുത്ത കാരണം രാമനെ രാജാവാക്കുന്നതിൽ നിന്ന് മാറ്റി എന്ത് ചെയ്തു? രാമനെ കാട്ടിലോട്ട് വിട്ടു. രാമൻ കാട്ടിൽ പോയി 14 വർഷം, കൂടെ സീത പോയി, ലക്ഷ്മണൻ പോയി. അവരുടെ വിയോഗം കാരണം ദശരഥൻ ആകെ തകർന്നടിഞ്ഞ് ദശരഥനും പോയി. അങ്ങനെ കുടുംബം മുഴുവനും, രാജ്യം മുഴുവനും പ്രശ്നമായി. ആര് കാരണം? ഒരൊറ്റ മന്ദര കാരണം. तो मंत्रा को जो भी देखेगा उसकी भावना अच्छी चलेगी बुरी चलेगी. मैं खुद जब बचपन में रामायण देखता था, मंत्रा काला सा ड्रेस पहन करके डंडा लेके जाती थी, स्क्रीन में आती थी. मैं कहता इस बुढ़िया को भगो, उसको नहीं देखना. मुझे मंत्रा का पार्ट बिल्कुल अच्छा नहीं लगता था. लेकिन एक दिन मैंने जब सोचा तब पता चला मंत्रा ने राम के साथ जो किया वो अच्छा किया. അതായത് മന്ദരയുടെ പാർട്ട് വായിക്കുമ്പം ആർക്കെങ്കിലും മന്ദരയെ ഇഷ്ടപ്പെടോ? ആരെങ്കിലും ഇഷ്ടപ്പെടോ മന്ദരയെ? ഇല്ല. അപ്പോൾ ബായിസാബ് പറയായിരുന്നു, ഞാനും പണ്ട് ഒരു നാടകത്തിൽ ഇങ്ങനെ മന്ദരയുടെ കണ്ട ഒരാൾ, ഒരു സ്ത്രീ, വയസ്സായ സ്ത്രീ, ഇങ്ങനെ കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് മന്ദരയായിട്ട് പാർട്ട് അഭിനയിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നോക്കാൻ പോലും തോന്നിയില്ല എന്ന്. കാരണം മന്ദര കാരണമാണ് ആ കുടുംബത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. പക്ഷെ ഞാൻ പിന്നെ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, മന്ദര യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് എന്ന്. अगर राम के जीवन में मंत्रा ना आती, ना हनुमान मिलता, ना अंगद मिलता, ना ऋषि, ना मुनि, ना रावण को मारता, तो राम की जो महिमा है किसके कारण? मंत्रा के कारण है. പക്ഷെ മന്ദര എന്ന് പറയുന്ന കഥാപാത്രം രാമായണത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, രാമന്റെ ജീവിതത്തിൽ മന്ദര വന്നില്ലായിരുന്നെങ്കിൽ രാമന് ഹനുമാനെ പോലൊരു നല്ല ആളിനെ കിട്ടില്ലായിരുന്നു, അങ്കദനെ കിട്ടില്ലായിരുന്നു, ഋഷിമാരെ കാണാൻ പറ്റില്ലായിരുന്നു, മുനിമാരുടെ അടുത്ത് എത്താൻ പറ്റില്ലായിരുന്നു, രാവണനെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. രാമന് എന്തെല്ലാം മഹിമ ജീവിതത്തിൽ കിട്ടിയോ അതിനെല്ലാം ഒരൊറ്റ കാരണക്കാരിയേ ഉള്ളൂ, മന്ദര. इसी तरह हर एक के घर में, आसपास में, पड़ोस में, ऑफिस में भगवान ने 1-2 मंत्रा रखी है. लेकिन आज वही मंत्रा के कारण आज हमें सहन नहीं होता, नेगेटिव विचार चलते हैं. इसीलिए राम के मंत्रा ने तो राम का भला किया, तो आपकी भी मंत्रा आपका भला ही करने वाली है. इसीलिए पॉजिटिव बनो. അതുകൊണ്ട് ഭഗവാനും എന്ത് ചെയ്തു? നമ്മുടെ വീട്ടിൻ്റെ അകത്ത് തന്നെ, നമ്മുടെ അയൽപക്കത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെ നമ്മൾ പോകുന്നിടത്തൊക്കെ ഓരോ മന്ദരകളെയും തന്നു. പക്ഷെ ആ മന്ദര കാരണം നമ്മൾ ഇന്ന് പൊറുതിമുട്ടിയാണ് നടക്കുന്നത്. എന്നാൽ രാമന് കിട്ടിയ മന്ദരയെ കാരണം രാമൻ എന്തായി? ഇത്രയും മഹിമയ്ക്ക് യോഗ്യരാക്കി മാറ്റി. അതുകൊണ്ട് ചിന്തിക്കണം, ഈ മന്ദരകളെല്ലാം നമ്മൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. സദാ എങ്ങനെ ഇരിക്കണം? പോസിറ്റീവായിട്ടിരിക്കണം. अगर आपके जीवन में मंत्रा ना आती, ना आज आपको आप बाबा मिला, इतना अच्छा दैवी परिवार मिला, दीदी दादियाँ मिली, किसके कारण? आज तक की मंत्रा के कारण. अगर आपको पति तंग ना करता, परेशान ना करता, कोई आपको बहनें बुलाती, माता जी थोड़ा ज्ञान सुनने के लिए आओ ना, कहते बहन जी हमारे घर में बड़ी शांति है, नहीं तैयार हो तुम्हारा ज्ञान. उस पति का धन्यवाद. तंग किया, परेशान किया, शांति ढूंढते ढूंढते यहाँ आए, इतना अच्छा ज्ञान मिला. इसीलिए आज तक जो हुआ अच्छा हुआ, और अभी भी कोई मंत्रा का काम करेगी उसे भी अच्छा होने वाला है. इसीलिए पॉजिटिव बनो, हर परिस्थिति को सहन कर लो. നിങ്ങൾക്കും ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ മന്ദര കാരണമായിരിക്കും നിങ്ങളെവിടെ വന്നത്, ജ്ഞാനത്തിൽ വന്നത്. ആ മന്ദര ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും നല്ല ബാബയെ കിട്ടി, ഇത്രയും നല്ല പരിവാരം കിട്ടി, ഇത്രയും നല്ല ജ്ഞാനം കിട്ടി, ഇത്രയും നല്ല സിസ്റ്റേഴ്സിനെ കിട്ടി. മന്ദര ഇല്ലായിരുന്നെങ്കിലോ? ഇപ്പം നിങ്ങളുടെ പതി, വീട്ടിലെ പതി നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ കൊണ്ടായിരിക്കും നിങ്ങളിവിടെ വരുന്നത്. ഇവരൊന്നും ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു. നിങ്ങൾ റോഡിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരാൾ വന്നു പറഞ്ഞു, മാതാജി അവിടെ വാ, സെൻറ്ററിൽ വാ, ജ്ഞാനം കേൾക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയും? എനിക്ക് വീട്ടിലൊരു പ്രശ്നമില്ല, നല്ല ശാന്തിയാണ്, ഞാൻ വരുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മന്ദര വന്നിട്ടുണ്ടോ അതെല്ലാം നല്ലതിനാണ്. ഇപ്പോഴും ഏതെല്ലാം മന്ദര വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ഇതിനേക്കാളും നല്ലതിനാണ്. അതുകൊണ്ട് ഏത് സാഹചര്യം വന്നാലും പോസിറ്റീവായിട്ടിരിക്കണം,
സഹനശക്തി ഉള്ളവരാകണം. इसलिए इस भट्टी से जब योग करेंगे, आज तक जिन्होंने तंग किया, परेशान किया, उन सबको धन्यवाद दो. आप लोगों ने हमें तंग किया, हमारा बहुत अच्छा हुआ, लेकिन फिर 5000 साल के बाद तंग करने के लिए जरूर आना. ये है पॉजिटिव. ഈ ഭട്ടിയിൽ യോഗം ചെയ്യുമ്പം ഈ ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങളുടെ ഉള്ളിൽ ഓർമ്മിക്കണം, ഇന്ന് വരെ നിങ്ങൾ ആരെല്ലാം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, അവരോടെല്ലാം പറയണം, നിങ്ങൾ വീണ്ടും 5000 വർഷം കഴിയുമ്പോഴും എൻ്റെ അടുക്കൽ വരണം, എന്നെ കഷ്ടപ്പെടുത്തണം, കാരണം എന്നാലേ ഞാൻ വീണ്ടും വരൂ ഇവിടെ. इसलिए एक भी मेरा दुश्मन नहीं है, सब मेरा भला करने वाले हैं. हमें वो समय कड़वी लगती थी, लेकिन उस कड़वी बातों के पीछे ही कल्याण है. इसलिए जो हुआ अच्छा हुआ, जो हो रहा अच्छा, जो होगा वो भी मेरे जीवन की हर घटना में कल्याण है. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ശത്രുക്കളായിട്ട് ആരുമില്ല. ഒരു പക്ഷെ അന്ന് നമ്മൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ആയിരുന്നിട്ടുണ്ടാവും. പക്ഷെ അതെന്തിനാ സംഭവിച്ചത്? അത് കാരണമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ആയത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ നല്ലതിനാണ്, എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നോ നല്ലതിനാണ്, എന്തെല്ലാം നടക്കാൻ പോകുന്നോ അത് നല്ലതിനാണ്. ഓരോ കാര്യത്തിലും മംഗളം അടങ്ങിയിട്ടുണ്ട്. तीसरी बात है, अगर मुझे सहनशील बनना है, पॉजिटिव बनना है, व्यर्थों से मुक्त बनना है, इसके लिए कर्म गति को याद रखो. जो कर्म गति को याद रखेगा उसको कभी भी निगेटिव विचार नहीं चलेंगे. ഇനി മൂന്നാമത്തെ പോയിന്റാണ്, നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവിനെ ഇല്ലാതാക്കണം, വ്യർത്ഥത്തിനെ ഇല്ലാതാക്കണം, പോസിറ്റീവ് ആക്കണം. സഹനശക്തി വരണമെങ്കിൽ കർമ്മത്തിന്റെ രഹസ്യത്തിന് ഓർമ്മിച്ചു വെക്കണം. കർമ്മത്തിന്റെ രഹസ്യത്തിന് ആരാണോ ഓർമ്മിക്കുന്നത് അവർ സദാ പോസിറ്റീവ് ആകും. तो बात चल रही थी, आज हमें कभी कभी सहन नहीं होता, कभी कभी हमारे न चाहते हुए इतने निगेटिव विचार चलते हैं. हम कहते हैं मैं इसके रास्ते में कभी गई नहीं, मैंने इसका बुरा कुछ किया नहीं, फिर भी ये मेरे साथ ऐसी क्यों करती है, इसने मेरे साथ ऐसा क्यों किया. और इसलिए क्यों क्यों करके एक दिन आएगा, गुस्सा आएगा, ऊपर देखेंगे भगवान तुमने भी आंखें बंद किया क्या, ये मेरे साथ क्या हो रहा है. ये जो कुछ हो रहा है ये सब आपके ही पिछले जन्मों के कर्मों का परिणाम है. क्योंकि टाली कभी एक हाथ से नहीं बजती, टाली के लिए 2 हाथ चाहिए. ചില സമയത്ത് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് വ്യർത്ഥം വരുന്നു. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ അടുക്കൽ ഇങ്ങനെ പറയാറില്ല, ഞാൻ ഇതുവരെ എവരുടെ ഇടയിൽ തടസ്സമായിട്ട് നിന്നിട്ടേ ഇല്ല, ഇന്ന് വരെ ഞാൻ ഇവർക്ക് മോശമായിട്ടൊന്നും ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ അടുത്ത് കാണിക്കുന്നത്? ഈ എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം വന്ന് മുകളിൽ ചോദിക്കുക. എന്നാലും ദൈവമേ, നീ എന്തിനാ ഇതിൻ്റെയൊക്കെ മുമ്പിൽ കണ്ണടച്ച് നിൽക്കുന്നത്? നീയും കണ്ണടച്ച് കഴിഞ്ഞല്ലോ, ഇങ്ങനെ എന്തിനാ കാണിക്കുന്നത്? ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചോദ്യം വന്ന് ഉള്ള നെഗറ്റീവ് മൊത്തം പുറത്ത് വന്ന് ദേഷ്യം വരാൻ തുടങ്ങും, സഹനശക്തി ഇല്ലാതാകും. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം, ഒരിക്കലും ഒറ്റ കൈ കൊണ്ട് അടിച്ച് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സൗണ്ട് വരണമെങ്കിൽ 2 കൈയും കൂട്ടിയടിക്കുമ്പോഴേ സൗണ്ട് വരുള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? इसलिए वर्तमान के मेरे जो प्रॉब्लम है ये मेरे ही कोई पिछले जन्मों के कर्मों का परिणाम है. इसलिए ना कोई व्यक्ति का दोष है, ना परिस्थिति का दोष है. इसलिए चुप रहो, सहनशील बनो. അപ്പോൾ വർത്തമാന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നുവോ അത് യഥാർത്ഥത്തിൽ എൻ്റെ മുൻ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അത് ഒരു ആളിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൻ്റെ കുഴപ്പമോ അല്ല. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ കുറ്റക്കാരാക്കാൻ പാടില്ല, സാഹചര്യത്തിനെ നമ്മൾ കുറ്റക്കാരാക്കാൻ പാടില്ല. നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്നുള്ള ഓർമ്മ നമ്മളുടെ ഉള്ളിൽ വരണം. कई कहते हम ओम शांति में जाते, ब्रह्मा कुमारी में जाते, लोग भी बोलेंगे अरे तुम ओम शांति में जाते, तुमको भगवान पढ़ाता है, तुम्हारे साथ ऐसा हो रहा है, ये क्यों हो रहा है? ये हमारे पिछले जन्मों का हिसाब किया. ओम शांति में कब से आ रहे हैं? 2-4 साल, 10 साल, 30 साल, 40 साल पिछले जन्म में थे ओम शांति में. और वो समय गलत कर्म क्या छुमंतर हो गया? कर्मों ने ब्रह्मा को नहीं छोड़ा, कर्मों ने दादियों को नहीं छोड़ा, तो आपको कर्म कैसे छोड़ेंगे? इसलिए जिसको ये कर्मों का गहराई का ज्ञान है उसके अंदर सहन शक्ति आएगी. ചിലപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഞാൻ ബ്രഹ്മകുമാരിസിൽ വരുന്ന ആളാണ്, ഓം ശാന്തിയിൽ പോകുന്ന ആളാണ്. ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓം ശാന്തിയിൽ അവിടെ ബ്രഹ്മകുമാരിസിൽ പോകുന്നവരല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ, നിങ്ങളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നതെന്നാണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടെന്നാണ്. നമ്മളിപ്പോൾ ബ്രഹ്മകുമാരിസിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ചിലപ്പോൾ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം, പോട്ടെ 40 വർഷമായിട്ടുണ്ടാവും.
കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഇവിടെ വല്ലതും ആയിരുന്നോ? അല്ല. അന്ന് എന്തെല്ലാം കർമ്മം ചെയ്തു? കർമ്മത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ കർമ്മ നിയമം ആരെയും വെറുതെ വിടില്ല. ബ്രഹ്മാബാബയെ വെറുതെ വിട്ടില്ല, ദാദിമാരെ വെറുതെ വിട്ടില്ല. അപ്പം നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഈ പോയിന്റ് പക്കയാക്കണം, എൻ്റെ കർമ്മത്തിൻ്റെ ഫലം. और याद रखना ये हमारा सबका अंतिम जन्म है, इसके बाद किसी को जन्म नहीं लेना है. जो हमने 63 जन्मों से लोगों के साथ हिसाब किताब बनाए हैं, प्रकृति के साथ हिसाब किताब बनाए हैं, सारा अब हमें इस जन्म में चुक्त करना है. और हिसाब चुक्त करने के 3 तरीके हैं. एक है योग, दूसरा है सहन करना, और तीसरा है आने वाले विनाश के समय वो हिसाब चुक्त करना. അതായത് ഒരു കാര്യം ഓർമ്മിച്ച് വെക്കണം, ഇത് നമ്മളുടെ എല്ലാവരുടെയും അവസാന ജന്മമാണ്. നമ്മൾ അനേക ആളുകളുമായിട്ടും പ്രകൃതിയുമായിട്ടും ഒരുപാട് കർമ്മക്കണക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരൊറ്റ ജന്മം കൊണ്ട് ഈ ആളുകളുമായിട്ടുള്ള കർമ്മക്കണക്കും പ്രകൃതിയുമായിട്ടുള്ള കർമ്മക്കണക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? തീർക്കണം. തീർത്ത് നമുക്ക് പോകണം. കാരണം ഇത് നമ്മളുടെ അവസാനത്തെ ജന്മമാണ്. ഈ പോയിന്റ് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. ഇനി കർമ്മക്കണക്ക് തീർക്കാനായിട്ട് 3 വിധിയാണുള്ളത്. ഒന്നാമത്തെ വിധി എന്ന് പറയുന്നത് യോഗം. യോഗത്തിലൂടെ എന്ത് ചെയ്യാം? തീർക്കാം. രണ്ടാമത്തെ വിധി जो वर्तमान समय, 1 मिनट, आप 3 विधियां बताए ना. सेकंड, एक है योग के द्वारा, दूसरा है सहन करके, और तीसरा है आने वाले विनाश के समय जो तकलीफें होंगी उससे भी हमको ये करने से उसे भी हमारे कर्म हिसाब चुक्त होते हैं. അതായത് 3 വിധികളിലൂടെ കർമ്മക്കണക്ക് തീർക്കണം. 1 യോഗം ചെയ്ത്, 2 സഹിച്ച്, 3 വരാൻ പോകുന്ന വിനാശ സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ നേരിടണം. ഈ 3 വിധികളിലൂടെ നമ്മളുടെ പഴയ ജന്മങ്ങളിലെ കർമ്മക്കണക്കുകൾ തീർത്ത് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. लेकिन याद रखना, जो योग से अपने हिसाब किताब को चुक्त करेगा वो मुक्ति में, जीवन मुक्ति में जाएगा, सतयुग त्रेता में जाएगा, उसका पद ऊंचा होगा. ഒരു കാര്യം ഓർമ്മിക്കണം, ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, നല്ല പോയിന്റാണ്. യോഗം ചെയ്ത് ആരാണോ കർമ്മ കണക്ക് തീർക്കുന്നത് അവർക്ക് മുക്തിയും ജീവൻ മുക്തിയും കിട്ടും. അവർക്ക് സത്യത്രേതായകത്തിൽ വളരെ ഉയർന്ന പദവി കിട്ടും. और जो सहन करके हिसाब चुक्त करता है वो जीवन मुक्ति में जाएगा, पद कम होगा. ആരാണോ സഹനശക്തിയിലൂടെ കർമ്മക്കണക്ക് തീർക്കുന്നത് അവർ ജീവൻ മുക്തി നേടും, പക്ഷെ അവർക്ക് പദവി കുറവായിരിക്കും. और जो सहन करके हिसाब चुक्त नहीं करेगा, योग नहीं लगा करके चुक्त करेगा, वो विनाश काल में उसको तकलीफें होगी, उससे भी पावन बनेगा, लेकिन वो केवल मुक्ति में जाएगा, उनको सतयुग त्रेता में नहीं जा सकता हूं. ഇനി ആരാണോ സഹിച്ചും കർമ്മക്കണക്ക് തീർക്കുന്നില്ല, യോഗം ചെയ്തും കർമ്മക്കണക്ക് തീർക്കുന്നില്ല, അവർ വിനാശത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കർമ്മക്കണക്ക് തീർത്ത് പാവനമായിട്ട് തിരിച്ചു പോകും. പക്ഷെ അവർക്ക് മുക്തി കിട്ടും. അവർക്കൊരിക്കലും ജീവൻ മുക്തി നേടി സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ വരാൻ പറ്റില്ല. इसलिए बाबा हर मुरली में कितना बच्चे योग लगाओ ताकि तुम्हारा पद ऊंचा हो जाए, तुम्हें जीवन मुक्ति में जाने का चांस मिलेगा. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ നിരന്തരം പറയുന്നത്, കുട്ടികളെ യോഗം ചെയ്യൂ, എന്നാലേ നിങ്ങളുടെ വികർമ്മ വിനാശമാകൂ, നിങ്ങൾക്ക് ഉയർന്ന പദവി കിട്ടൂ ജീവൻ മുക്തിയിൽ. आज आपके घर के जितने भी लोग हैं, आपका पति है, आपकी सास है, आपके बच्चे हैं, आपकी पड़ोसनी है, ये सब पिछले जन्मों के कर्मों को चुक्त करने वाले, कोई आपको देने के लिए, कोई आपसे लेने के लिए. നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ടോ, നിങ്ങളുടെ ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അമ്മായി ആയിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, അയൽപക്കക്കാരായിക്കോട്ടെ, ഇവരെല്ലാമായിട്ട് നിങ്ങൾക്ക് പഴയ ജന്മത്തിലെ കർമ്മക്കണക്കുണ്ട്. ഇതിൽ കുറേ പേര് നിങ്ങൾക്ക് തരാൻ വന്നിരിക്കുന്നതാണ്, കുറേ പേര് നിങ്ങളിൽ നിന്ന് വാങ്ങാൻ വന്നിരിക്കുന്നതാണ്. ये फैमिली हमारी बनती है कर्मों के हिसाब किताब को चुक्त करने के हिसाब से. जब हिसाब चुक्त हो गए अपने आप कई चले निकल जाते हैं. ഈ കുടുംബം ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? നമ്മളുടെ പരസ്പരമുള്ള കർമ്മക്കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിൽ ഒരാളുടെ കർമ്മക്കണക്ക് തീർന്നു കഴിഞ്ഞാൽ അവർ താനേ നമ്മുടെ വീട്ടിൽ നിന്ന് പോകും. तो कई क्या करते हैं, ये मेरी सास ऐसी क्यों करते हैं, मेरे को पति तंग क्यों करता है. अरे भाई तुम्हारे पिछले जन्मों का हिसाब है. इसीलिए ये ज्ञान न होने के कारण आज हमें सहन नहीं होता, टेंशन में आते हैं, नेगेटिव सोचते हैं. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ വിചാരിക്കും ഈ അമ്മായി എന്താ ഇത്രക്കിട്ട് കഷ്ടപ്പെടുത്തുന്നത്, ഇത്രയും എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ?
നമ്മളുടെ മുൻ ജന്മത്തിലെ കണക്ക് അവരുമായിട്ട് അങ്ങനെയാണ്. പക്ഷേ ഈ ജ്ഞാനം ഇല്ലാത്തത് കാരണം നമുക്ക് ടെൻഷൻ വരും, നമുക്ക് ദേഷ്യം വരും, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും. समझो कोई बहू आई, सास उसको तंग करे, परेशान करे, बहू को तनाव टेंशन आ रहा है, अगर उस सास और बहू का पिछला जन्म दिखाई जाए तो आज जो बहू है पिछले जन्म इसकी सास थी, और जो सास है वो कौन थी? बहू थी. इसीलिए कहते हैं ना सास भी कभी बहू थी. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു മരുമകൾ പുതുതായിട്ട് വന്നു. ആ മരുമകളെ അമ്മായി ഇട്ട് കഷ്ടപ്പെടുത്താന്ന് വെച്ചോളൂ. മരുമകളാണെങ്കിൽ ആകെ ടെൻഷനും ദേഷ്യവും വിഷമിച്ചും ഒക്കെ ജീവിക്കുകയാണ്. ഇവരുടെ മുൻജന്മം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? ചിലപ്പോൾ മുൻജന്മത്തിൽ മരുമകൾ അമ്മായിയും അമ്മായി മരുമകളും ആയിരിക്കും. അതുകൊണ്ടാണ് ഏതെങ്കിലും വീട്ടിൽ പുതിയ മരുമകൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞു കൊടുക്കും, കഴിഞ്ഞ ജന്മത്തിൽ അമ്മായി ഇതേ വന്നിട്ടുണ്ട് എന്ന് പറയും. अगर आपका पति तंग करता है इसका मतलब आपने भी पति बन करके तंग किया था, आपका हिसाब चुकता हो रहा है. जिस दिन पति ने तंग किया, जब योग में बैठेंगे क्या कहो, बाबा आज बहुत अच्छे हिसाब चुकते हुए, आपका बहुत बहुत धन्यवाद. कल भी उस आत्मा को बोलना अच्छी तरह तंग करना ताकि मेरा हिसाब जल्दी चुकता हो जाए. ആ ഈ പോയിന്റ് വളരെ ചെവി തുറന്ന് കേൾക്കണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ആഹാ അയാൾ കഷ്ടപ്പെടുത്തി എൻ്റെ കണക്കൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല, ആ ബാബയുടെ അടുക്കൽ നിങ്ങൾ പോയി പറയണം, ബാബ ഇന്ന് വളരെ നല്ല സംഭവങ്ങളുണ്ടായി, കുറേ കഷ്ടപ്പെടുത്തി എൻ്റെ കുറേ കർമ്മക്കണക്കൊക്കെ തീർന്നു, നാളെയും ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെ ആവർത്തിക്കട്ടെ, അതിലൂടെ ഞാൻ എൻ്റെ കണക്കുകൾ എന്ത് ചെയ്യും? തീർക്കും. तब ये सहन शक्ति आएगी. इसलिए कर्मों से शरीर बनता है, संबंधी मिलते हैं. इस कर्म गति को समझना. അങ്ങനെ ചിന്തിച്ചാലേ നമ്മളുടെ ഉള്ളിൽ സഹനശക്തി വരൂ. അതുകൊണ്ട് കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണം. കർമ്മത്തിൻ്റെ ആധാരത്തിലാണ് ശരീരം കിട്ടുന്നത്, ബന്ധങ്ങൾ കിട്ടുന്നത്, ബന്ധുക്കളെ കിട്ടുന്നത്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ രഹസ്യത്തിനെ മനസ്സിലാക്കി വെക്കണം. एक मैं कल परसों इधर क्लास कर रहा था, एक बहुत सुंदर घटना सुनाई थी, वो आप लोगों को भी सुनाता हूँ. इससे आपको कई बातें स्पष्ट हो जाएगी. आपके जीवन में प्रॉब्लम क्यों आते हैं उसका जवाब मिलेगा. അതായത് ഒരു സുന്ദരമായ സാഹചര്യമാണ് പറയാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്പഷ്ടമാകും, നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. एक आगरा में एक पति पत्नी रहते थे, बहुत गरीब थे, झोपड़पट्टी में रहते थे. उनके पास एक मेहमान आया. वैसा वो मेहमान दिल्ली में खरीदारी करने के हिसाब से आया था. लेकिन जब वो दिल्ली में आया था दुकान बंद थे. उसको लगता है बैठे बैठे मैं क्या करूँ, चलो मैं आगरा घूम के आता हूँ. वो व्यापारी आगरा देखने के लिए गया. ആഗ്രയിൽ ഒരു പതിയും പത്നി, ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നേ. അവർ ഒരു കുടിലായിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ വീട്ടിലൊരു അതിഥി വന്നു. അയാൾ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഡൽഹിയിൽ അയാൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അയാൾ വന്ന സമയത്ത് കടയടപ്പായിരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് ആഗ്രയിൽ പോയി കറങ്ങാം, അവിടെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാം എന്ന് വിചാരിച്ചു. तो सारा दिन उसने आगरा देखा, लेकिन रात को उसको सोने का प्रॉब्लम हो गया. जिस होटल में जाता था, जहाँ भी जाता था, सब कहते हैं भाई हमारे होटल बुक है. अब उसको लगता रात को कहाँ सो जाओ, अगर कहीं बस स्टैंड पर सो जाओ बैग चोरी हो जाएगी, कहीं स्टेशन पर सो जाओ तो भी चोरी हो जाएगी, क्योंकि उसके बैग में बहुत पैसे थे, करोड़ रुपए थे. अचानक उसको याद है मेरी गरीब पति पत्नी झोपड़ी पट्टी में रहते हैं, उनका एड्रेस था, रिक्शा करके चला गया. അപ്പോൾ രാത്രി ആയപ്പോഴാണ് എവിടെ കിടന്ന് ഉറങ്ങും, പ്രശ്നമായി, അതാകെ കുഴപ്പമായി. ഇയാൾ ഏതൊക്കെ ഹോട്ടലിൽ ചെന്നോ റൂം എടുക്കാനായിട്ട് അവിടെ എല്ലാം ഫുൾ ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അവിടെ ഒന്നും സ്ഥലമില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയാലോ. അപ്പോൾ ഇയാളുടെ കയ്യിലാണെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് സാധനം വാങ്ങാൻ വന്ന കുറേ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ചിന്തിച്ചു ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കിടന്നാൽ കോടിക്കണക്കിന് പൈസ ഉണ്ട്, ആരെങ്കിലും മോഷ്ടിച്ചാലോ, ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നാലും അത് തന്നെ പ്രശ്നം. അപ്പോൾ ഇദ്ദേഹത്തിന് ആ കുടിലിൽ താമസിക്കുന്ന ഭാര്യയും ഭർത്താവിനും അറിയാമായിരുന്നു, അവരുടെ അഡ്രസ്സ് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്നു. तो गरीब पति पत्नी बड़े खुश हो गए, इतना बड़ा व्यापारी हमारे पास आया, खिलाया पिलाया, चाय पानी दिलाई. लेकिन सोने से पहले उसने एक अपनी बैग खोली, कपड़े चेंज करने थे. जब बैग खोली तो गरीब की पत्नी की नज़र बैग में गई. देखा इसके पास 50 के 100 के 500 के बहुत सारे बंडल है. उसको लगता है 2-4 बंडल हमको मिल जाए तो हमारी गरीबी दूर हो जाएगी. रात भर उसको नींद नहीं आई. 12-1 बजे बाहर गई, बड़ा सा एक पत्थर लाया, वो पत्थर सीधा उसके सिर में मार दिया. उसका तो मर्डर हो गया. അപ്പോൾ ഈ പതിക്കും പത്നിക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും വലിയ വ്യാപാരി അവരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വന്നതല്ലേ. ഇവർ ആഹാരമൊക്കെ കൊടുത്ത് കഴിപ്പിച്ച് കുടിപ്പിച്ച് വെള്ളം കുടിപ്പിച്ച് അങ്ങനെ അയാളെ നന്നായിട്ട് പാലിച്ച് നോക്കി. രാത്രി ആയപ്പോൾ അയാൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ബാഗ് തുറന്നു. ബാഗ് തുറന്ന സമയത്ത് ബാഗിൻ്റെ അകത്ത് ഇങ്ങനെ കെട്ടുകണക്കിന് 500-ൻ്റെ 1000-ൻ്റെ 100-ൻ്റെ ഒക്കെ നോട്ടുണ്ടായിരുന്നു. അത് ആ
പത്നി കണ്ട്, അവിടുത്തെ ഭാര്യ. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക് അവർ ഭയങ്കര പാവങ്ങളാണേ. അവർ വിചാരിച്ച് ഇതിന്നൊരു 3-4 കെട്ട് നോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മളുടെ ദാരിദ്ര്യമൊക്കെ മാറുമായിരുന്നു എന്ന്. അപ്പോൾ രാത്രിയിൽ ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഈ ഭാര്യ വെളിയിൽ പോയിട്ട് വലിയൊരു കല്ലെടുത്തുകൊണ്ടൊന്ന് ഇയാളെ തലയിലിട്ട്. जब पति की नींद खुली, आवाज सुन करके पति कहता ये क्या हो गया? कहता अब हमारी गरीबी दूर हो गई. कहा कि ये बात किसी पुलिस वालों को पता चलेगा, लोगों को पता चलेगा, हमें जेल की. कहते किसी को पता ही नहीं चलने देंगे. इस व्यापारी को अब जमुना नदी में डाल देते हैं. रात को 2 बजे उस मुर्दे को बोरी में डाला, पीछे जमुना नदी पानी से भर कर जा रहे थे, उसके अंदर फेंक के आए. किसी ने नहीं देखा. जैसे घर में आए देखा घर में खून ही खून लगा था. उन्होंने रातों रात खून के दाग भी मिटाए लगे ताकि किसी को पता न चले. उन्होंने खून के दाग तो मिटाए, लेकिन कर्मों में पड़े हुए दाग को कोई मिटा नहीं सकता. ഈ പത്നി ഉണ്ടല്ലോ തലയിൽ കല്ലെടുത്തിട്ട് ഇയാൾ മരിച്ചല്ലോ. അപ്പോൾ ഈ സൗണ്ട് കേട്ടോണ്ട് ഭർത്താവ് ഉണർന്നു വന്ന് നോക്കുമ്പോൾ ഭാര്യയെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അയ്യോ ഇതിപ്പോൾ എന്ത് ചെയ്യും? ആരെങ്കിലും അറിഞ്ഞാലോ, പോലീസ് പിടിച്ചാലോ, നമ്മളിത് എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ ഈ ഭാര്യ പറഞ്ഞ എന്താണെന്നറിയോ, ഇത് ആരും അറിയില്ല, മാത്രമല്ല ഇന്നു മുതൽ നമ്മൾ ആരായി? പണക്കാരായി. ഇയാളുടെ കയ്യിൽ കോടിക്കണക്കിന് പൈസ ഉണ്ടല്ലോ. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്നറിയോ, രാത്രി തന്നെ ആ ഡെഡ് ബോഡി എടുത്ത് ചാക്കിൻ്റെ അകത്താക്കിയിട്ട് നേരെ യമുനാ നദിയിൽ കൊണ്ട് ഒഴുക്കി കളഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട് മൊത്തം രക്തക്കറയാ. ഇവരെന്ത് ചെയ്തു, എല്ലാ രക്തക്കറയും വെള്ളം വെച്ച് കഴുകി വീട് വൃത്തിയാക്കി. അപ്പോൾ വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്ന രക്തക്കറയൊക്കെ ഇവർക്ക് കഴുകി കളയാൻ പറഞ്ഞു. പക്ഷെ കർമ്മത്തിൻ്റെ കണക്കുള്ള ഒരു കറ വീണു. ആ കറ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കഴുകി കളയാൻ സാധിക്കില്ല. उन्होंने उसी पैसे से एक प्लॉट लिया, मकान बनाया, दुकान खोला, गहने बनाई, गाड़ी खरीद की. उनकी गरीबी दूर हो गई, लेकिन उनको कोई बच्चे नहीं थे, दोनों ही पति पत्नी थे. അങ്ങനെ ആ കിട്ടിയ പൈസ കൊണ്ട് അവർ പുതിയ സ്ഥലം വാങ്ങി, വീട് വെച്ചു, വണ്ടി വാങ്ങി, പുതിയ കട തുടങ്ങി, ആ അമ്മച്ചി കുറേ ആഭരണങ്ങൾ വാങ്ങി. അങ്ങനെ ഇവർ പണക്കാരായി. പക്ഷെ ഇവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടായി. कुछ समय के बाद उनको एक बच्चा भी हो गया. एक ही था, इसलिए खिलाया पिलाया, उसको बहुत लालन पालन किया, उसको कलेक्टर बनना जितना पढ़ाया. लेकिन अचानक उस बच्चे को टाइफाइड हो गया. तो उनको लगता है बच्चे को कुछ नहीं हो जाए. बड़े से हॉस्पिटल में इलाज किया, बहुत खर्चा हुआ. उसके पीछे उन्होंने बनाए थे गहने सोने के, वो भी बेच दिया, डॉक्टर की फी दी, बच्चा ठीक नहीं हुआ. गाड़ी ली थी, उसको भी बेच दिया, डॉक्टर की फी दी. मकान भी बेचा, दुकान भी बंद किया, सारा पैसा बच्चे में लगाया. तो एक दिन वो बच्चा कहता है, पापा जी अपने को जो मिला था पैसा खत्म हो गया, अब मैं जा रहा हूँ, बच्चा मर गया. അങ്ങനെ ഇവർക്കൊരു കുട്ടി ഉണ്ടായല്ലോ. ഈ കുട്ടീനെ അവർ നല്ല പോലെ വളർത്തി, എല്ലാം കൊടുത്ത് വളർത്തി, കളക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള പഠിത്തം പഠിപ്പിച്ചു. പക്ഷെ ഒരു ദിവസം ഈ കുട്ടിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ഇതിനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി. വലിയ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അസുഖം മാറുന്നില്ല. ആദ്യം എന്ത് ചെയ്തു, കഴുത്തി കിടന്ന ആഭരണങ്ങളൊക്കെ വിറ്റു, പിന്നെ പതുക്കെ കട കൊടുത്ത്, പിന്നെ പതുക്കെ വീട് വിറ്റ്, പിന്നെ പതുക്കെ സ്ഥലം വിറ്റ്, ഡോക്ടറിൻ്റെ ഫീസ് ആശുപത്രിയിൽ അടയ്ക്കാനായിട്ട് ഹോസ്പിറ്റൽ ഫീസ് അടയ്ക്കണ്ടേ. അങ്ങനെ അടച്ചടച്ചടച്ച് അവസാനം ഇവർ ആ പഴയ കുടിലിൽ തിരിച്ചെത്തി. അപ്പം ഈ കുട്ടി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുക, അച്ഛ പൈസയൊക്കെ മൊത്തം തീർന്നോന്ന്. പൈസ മൊത്തം തീർന്നു, കുട്ടി മരിച്ചും പോയി. അപ്പം ആ കുട്ടി ആരായിരുന്നു? ആഹാ, നല്ല ഉത്തരം. മാതാജിമാർക്ക് ഇതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട്. മാതാവുങ്കോ ബഹുത് അച്ഛാ ലഗാ कि इतने वो जो पिछले जन्म में जिस बच्चों को उसने इसको मारा था, जिस साहूकार को मारा था, आत्मा तो मरती नहीं, न शस्त्रों से कटते हैं, न आग में जलते हैं. वही आत्मा पैसा लेने के लिए बच्चे के रूप में जन्म लिया था. ये है कर्मों का डंडा. ആ കുട്ടി ആരായിരുന്നു? ആ വ്യാപാരിയെ കൊന്നിട്ട് അവരാ പൈസ എടുത്തു. ശരീരത്തിനെ അവർക്ക് കൊല്ലാൻ പറ്റുള്ളൂ, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ലല്ലോ. ആ ആത്മാവ് തിരിച്ചു വന്ന്, കാരണം അത് അതിൻ്റെ പൈസയാണ്, ആ ആത്മാവ് ഉണ്ടാക്കിയ പൈസ, അത് തിരിച്ചു വന്ന് എന്ത് ചെയ്തു, അത് മുഴുവനും ഉപയോഗിച്ച് ഇവരെ പഴയ ഗതിയിലാക്കിയിട്ട് അതെന്ത് ചെയ്തു, തിരിച്ചു പോയി. ഇതാണ് കർമ്മത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. तो आज ये घटना में आपको क्यों सुनाई? आज माँ बाप ने होटल नहीं देखा, पैसा इकट्ठा किया, लेकिन कोई ऐसा बच्चा पैदा हुआ है, गलत संगत में जा रहे हैं, नशा कर रहे हैं, माँ बाप को टेंशन में आ रहे हैं, तो वो बच्चा कौन है? आपके पिछले जन्मों को कोई हिसाब वाला व्यक्ति है. ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ കൊടുക്കുന്ന ആരായിരിക്കും? മക്കൾ. പൈസയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന മുഴുവനും പല പല കൂട്ടുകെട്ടുകളിലും വഷളായ സ്വഭാവത്തിലും പോയി
മക്കൾ മൊത്തം തീർക്കും. അത് കാരണം അച്ഛനമ്മമാർക്ക് ദുഃഖവും ദുരിതവും ടെൻഷനും തന്നെയാണ്. പക്ഷെ നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഈ ആത്മാവുമായിട്ട് നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ കിടക്കുന്ന കണക്ക് അതാണ്. आज किसी को पत्नी तो बहुत मेहनत करती है, दिल से सेवा करते हैं, लेकिन पति उसके कर्मों से संतुष्ट नहीं है, हमेशा तंग करता है, कंप्लेन करता है, और ये सब बातें देख करके उस पत्नी को टेंशन में आता है, सहन नहीं होता. ये पति कौन है? पिछले जन्मों का आपका हिसाब है. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ഭാര്യമാർ അങ്ങേ അറ്റം കഷ്ടപ്പെട്ട് കിടന്ന് ഭർത്താക്കന്മാർക്ക് വേണ്ടി പണിയെടുക്കും. പക്ഷെ എന്ത് ചെയ്താലും എപ്പോഴും പരാതിയും കംപ്ലൈൻറ്റും കുറ്റവും തന്നെയാണ്. അത് കാരണം ഭയങ്കര ദുഃഖമായിരിക്കും ഈ ഭാര്യയ്ക്ക്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഭർത്താവുമായിട്ടുള്ള മുൻ ജന്മത്തിലെ കർമ്മക്കണക്ക് അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. और इस ज्ञान की कमी के कारण आज दुनिया में कोई तो ये सब बातें देख करके सहन नहीं होते, इसे सुसाइड करता है, कोई किसी का मर्डर भी करता है, कोई नशा करना सीखता है, क्योंकि कर्मों का ज्ञान नहीं है. इसलिए इस कर्म गति के गहराई को समझो. कभी भी हमें कभी निगेटिव संकल्प नहीं चलेंगे. और जिसको कर्मों का ज्ञान है वो हर परिस्थिति में हर व्यक्ति के साथ एडजस्ट करके चलेगा. ये है जीवन जीने की कला. പക്ഷെ ഈ ജ്ഞാനം ഈ ലോകത്തിൽ ഇല്ലാത്തത് കാരണം ഉണ്ടല്ലോ, ആളുകൾക്ക് സഹിക്കാൻ പറ്റാതെ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചിലർ സൂയിസൈഡ് ചെയ്ത് കളയും, ചിലരെന്ത് ചെയ്യുന്നറിയോ മറ്റുള്ളവരെ കൊന്നു കളയും, ചിലരെന്ത് ചെയ്യും ഏതെങ്കിലും മദ്യപാനം അങ്ങനെയുള്ള ലഹരിക്ക് അടിമപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് ഈ കർമ്മത്തിൻ്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി അതിനെ മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. ഏതൊരു സാഹചര്യം വന്നാലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. इसलिए हमने कभी राजा बनकर के किसी को फांसी दिए है, सास बनकर के किसी बहू को तंग किए हैं. वो कितने जाने अनजाने कितने हमारे से कर्म हुआ, और ये कर्म अभी जब हमारे सामने आते हैं तब हमें सहन नहीं होता. इसीलिए इस कर्म गति को समझना है और भविष्य में कभी भी गलत कर्मों के बीज नहीं बोना है. നമ്മൾ ചിലപ്പോൾ രാജാവായിട്ടൊക്കെ ഇരുന്ന സമയത്ത് നിരപരാധികളായ ആളുകളെ തൂക്കിലേറ്റിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളും കഴിഞ്ഞ ജന്മത്തിലൊക്കെ അമ്മായിയായിട്ടിരുന്നിട്ട് മരുമക്കളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കണക്കായിട്ട് നമ്മളുടെ മുമ്പിൽ വരും. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ രഹസ്യത്തിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കർമ്മത്തിൻ്റെ രഹസ്യത്തിനെ മനസ്സിലാക്കാതെ നമുക്ക് എങ്ങനെ സഹനശക്തി വരും? കർമ്മത്തിൻ്റെ സീക്രട്ട് ആരാണോ മനസ്സിലാക്കുന്നത് അവർക്ക് മാത്രമേ സഹനശക്തി വരൂ. तो कितनी बातें बताई. एक तो पहली बताई ड्रामा को के ऊपर विश्वास रखना, दूसरी बात बताई जो हुआ अच्छा हुआ, तीसरी बात बताई कर्मगति, चौथी बात है अगर हमें सहनशील बनना है, व्यर्थों से मुक्त बनना है, पॉजिटिव बनना है, उसके लिए रोज अपने दिनचर्या में 3 चीजें करना. अमृतवाला का योग अच्छा करना, क्लास के पहले आकर के आधा घंटे का योग करना, और तीसरा रोज की मुरली सुनना. जो ये 3 चीजें करेगा उसका सवेरे सवेरे मनोबल मजबूत होगा और उसके अंदर सहन शक्ति आएगी. ഇപ്പം സഹനശക്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പോയിന്റാണ് ഇതുവരെ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ പോയിന്റ് ഡ്രാമ എന്നുള്ള പോയിന്റിൻ്റെ മേലെ ഉറച്ച വിശ്വാസം വരണം. 2 എന്ത് സംഭവിക്കുന്നുവോ അത് നല്ലതിനാണ്. 3-ാമത്തെ പോയിന്റ് കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണം. ഇനി 4-ാമത് നെഗറ്റീവ് ഒന്നും വരാതിരിക്കാൻ, വ്യർത്ഥ സങ്കല്പങ്ങൾ വരാതിരിക്കാൻ ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1, അമൃതവേള വളരെ കറക്റ്റായിട്ട് ചെയ്യണം. 2, മുരളി കേൾക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മൾ യോഗം ചെയ്തിരിക്കണം. 3-ാമത്തെ പോയിന്റ് ഡെയിലി മുരളി കേൾക്കണം. ഈ 3 കാര്യങ്ങൾ ആരാണോ കൃത്യമായിട്ടും പാലിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും സഹനശക്തി വരിക തന്നെ ചെയ്യും. तो अमृत वाला कौन कौन करता है? हाथ खड़ा करो. അമൃതവേള ചെയ്യുന്നവരൊക്കെ കൈവക്കിയേ. अच्छा, सब लोग करते, बहुत अच्छा है. लेकिन अमृत वाला का चुपचाप आपका कोई वीडियो बनाई जाए. അമൃതവേളയിൽ ഒളിച്ചു വന്നിരുന്ന് നിങ്ങളുടെ വീഡിയോ എടുത്ത് എങ്ങനെ ഇരിക്കും? दीवार के सारे बैठे, मुंह खुला, आंखें बंद है. കസേരയിൽ ഇരുന്നിട്ട് എങ്ങനെയായിരിക്കും? 2 बार मच्छर अंदर भी गया और बाहर भी आया, पता भी नहीं चला. അമൃതവേളയിൽ ചിലർ എങ്ങനെയായിരിക്കണെന്നറിയോ? ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ പൊക്കി വായൊക്കെ തുറന്നാണ് ഇരിക്കുന്നത്. ഈച്ച അകത്ത് പോയിട്ട് പുറത്തിറങ്ങി പോയാൽ പോലും എന്ത് ചെയ്യില്ല, അറിയില്ല. കൊതുക് പോയാൽ പോലും അറിയില്ല എന്ന്. इसलिए अमृत वाला अलर्ट होकर के बैठना, आंखें खोल करके बैठना.
അമൃതവേള അലർട്ടായിട്ട് കണ്ണുകൾ തുറന്നിരുന്ന് വേണം ചെയ്യാനായിട്ട്. इसलिए अमृत वेला का योग अच्छा करेंगे. हाँ, जैसे कोई मेहमान को घर में बुलाओ, लेकिन मेहमान आने से पहले दरवाजे, मेहमान बहुत बड़ा है लेकिन आपका स्नेह प्यारा इसलिए आया, लेकिन जब घर में आया तो अंदर से कुंडी लगा करके दरवाजे खिड़की लगा करके सो जाओ. वो बेल बजा रहे, घंटी बजा रहे, दरवाजे नहीं खोलो, उसको कैसा लगेगा? वो चला जाएगा. फिर फोन करो, क्या बात आप आई नहीं? कहेगा मैं आया था, बेल बजाई थी, आपने दरवाजा बंद किया. नहीं नहीं प्लीज आओ. फिर आया, फिर दरवाजा बंद किया, फिर फोन करो, कहेगा कभी नहीं आऊंगा. मैं तीसरी बार आया तो भी आपने दरवाजा बंद किया. അമൃതവേള വളരെ നല്ലതുപോലെ ചെയ്യണം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു വലിയ ആൾ വരികയാണ്, അതിഥി വരികയാണെന്ന് വെച്ചാൽ, ഭയങ്കര വലിയ നിലയിലിരിക്കുന്ന ഒരാൾ, നമ്മളോടുള്ള സ്നേഹം കാരണമാണ് വന്നത്. വന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ കുറ്റിയിട്ട് പൂട്ടിയെടുത്തിട്ട് വീട്ടിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങേര് വന്ന് കതകിൽ മുട്ടി ബെല്ലടിച്ച് നമ്മൾ തുറന്നില്ല. കുറേ കഴിഞ്ഞ് നമ്മൾ ഉണർന്നിട്ട് ഫോൺ ചെയ്തു, നിങ്ങൾ എന്താ വരാത്തെ? അപ്പോൾ ആൾ പറയാണ്, ഞാനേ വന്നായിരുന്നു, ഞാൻ ബെല്ലും അടിച്ചു, നിങ്ങൾ പക്ഷേ ഉണർന്നില്ല. നമ്മൾ പറയും അയ്യോ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, പ്ലീസ് ഒരിക്കൽ കൂടെ വരണേന്ന്. വീണ്ടും വന്നു. വീണ്ടും വന്നപ്പോൾ നമ്മൾ കുറ്റിയിട്ട് കതവും പൂട്ടിയിട്ട് കിടന്നെന്തിയാണ് ഉറങ്ങുകയാണ്. വീണ്ടും ആൾ പോയി, നമ്മൾ വീണ്ടും ഫോൺ ചെയ്തു. അപ്പം ആൾ പറയും ഇനി മേലിൽ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. കാരണം എന്താ? കാര്യം മനസ്സിലായല്ലോ എല്ലാവർക്കും. इसीलिए हम अमृत वाला क्या करते हैं, हम भी बाबा को बुलाते हैं. हाँ, मीठे बाबा, प्यारे बाबा, जब हम आपसे बातें करनी है. अब उसको तो बुलाया, दरवाजे खिड़की तेरे द्वार खड़ा भगवान, भगत भरले जोले, भगत तो हम शांति हो गया. നമ്മൾ അമൃതവേളയിൽ രാവിലെ എഴുന്നേറ്റ് ബാബയെ വിളിക്കുക, എൻ്റെ മധുരമായ ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, താഴെ വരണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. അപ്പോൾ ബാബ താഴെ വരുമ്പം ഇവിടെ വാതിലും കൊട്ടിയിട്ട് കിടന്ന് എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നു. इसलिए आंखें खोल करके बैठो. हाँ, फिर आज केवल खोल के भी नहीं बैठो. कोई घर में मेहमान बुलाओ और उसके चेहरे की तरफ देखते रहो. वो कहेगा फोन क्यों किया? तो कई भाई बहन अमृत वाले उठेंगे, कुछ नहीं बोलेंगे, बाबा से फोटो देखते रहेंगे, फोटो के देखते रहेंगे, फिर घड़ी में देखते रहेंगे, फोटो की तरफ. अब कोई घर में मेहमान बैठा है, उसके चेहरे की तरफ देखते रहो, घड़ी की तरफ देखते रहो. उसको लगे मैं आने के कारण डिस्टर्ब हो गया, उनको कहीं जाना है. इसलिए अमृत वाला लगन में मगन होकर के बैठो. അമൃതവേളയിൽ ചിലർ എഴുന്നേറ്റ് കണ്ണും തുറന്ന് വെറുതെ ഇരിക്കും. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അയാളെ ഫ്രണ്ട് പിടിച്ചിരുത്തിയിട്ട് നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണ്, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു. കണ്ണും തുറന്നിരിക്കുന്നു, വാച്ച് നോക്കുന്നു, കണ്ണും തുറന്നിരിക്കുന്നു, ഒരു വാക്ക് പോലും അയാളടുത്ത് സംസാരിക്കുന്നില്ല. എങ്കിൽ ആ ഗസ്റ്റ് എന്ത് വിചാരിക്കും? ഇവർ കുറേ നേരമായിട്ട് എന്നെ നോക്കുന്നു, വാച്ച് നോക്കുന്നു. അതുപോലെ ചിലർ അമൃതവേളയ്ക്ക് വന്നിരുന്നിട്ട് ബാബയുടെ ഫോട്ടോയും നോക്കും, ഇടയ്ക്ക് വാച്ച് നോക്കും. അമൃതവേള തീരാറായോന്നായിരിക്കും, ഫോട്ടോയും നോക്കും, വാച്ച് നോക്കും. ഇതെന്ത് യോഗം? ഇതിനെയല്ല അമൃതവേള എന്ന് പറയുന്നത്. അമൃതവേള കണ്ണുകൾ തുറന്നിരുന്ന് ബാബയോട് നല്ലതുപോലെ എന്ത് ചെയ്യണം? സംസാരിക്കണം. कई तो क्या करेंगे, शुरू करेंगे मैं आत्मा हूँ, शांत स्वरूप हूँ, शक्ति स्वरूप हूँ. अब जा रही चांद सूरज तारांगन के पार. अब तारांगन के पार से जाकर झुटका लगाने या नीचे हड्डी गुड्डी टूट जाएगी, सृष्टि पर ऊपर से गिरेंगे. तो इसलिए ऊंचा ऊपर जा रहे तो अटेंशन से चलो, झुटका नहीं लगाओ. ചിലർ അമൃതവേളയ്ക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ ആത്മാവാണ്, ഞാൻ ശാന്തസ്വരൂപമാണ്, ശക്തി സ്വരൂപമാണെന്ന് പറഞ്ഞിട്ട് ഉറക്കം തൂക്കും. നമ്മളിത് എവിടെയാണ് പോകുന്നത്? ഏറ്റവും മുകളിൽ പരന്ധാമത്തിലാണ് പോകുന്നത്. താഴെ മറിഞ്ഞു വീണാലുള്ള അവസ്ഥ എന്തായിരിക്കും? മുകളിൽ നിന്ന് താഴെ വീണാലുള്ള അവസ്ഥ എന്തായിരിക്കും? एक कुमारी ने मुझे क्वेश्चन पूछा, कहते भाई साहब मैं अमृत वाला उठती हूँ लेकिन परम धाम में नहीं जाती हूँ. हमने कहा क्यों? कहते उसी समय हमारे घर के ऊपर बहुत अंधेरा होता है. ഒരു കുമാരി ബായി സാബിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ അമൃതവേളയ്ക്ക് എഴുന്നേറ്റാലും പരന്ധാമത്തിൽ പോകാറില്ല. അപ്പോൾ ബായി സാബ് ചോദിച്ചു, അതെന്താ? അത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ മേലെ ഭയങ്കര ഇരുട്ടാണെന്ന്. एक कुमार ने कहा कि भाई साहब मैं अमृत वाला नींद ही नहीं खुलती. हमने कहा क्यों? अलार्म लगाए करो. कहता अलार्म तो लगाता हूँ लेकिन सुना ही नहीं पड़ता. हमने कहा क्यों? मैं सोने के लिए परमधाम में जाता हूँ, अलार्म तो धरती पर बजता है बोलते. ഒരു കുമാരൻ പറഞ്ഞതാണ്, ബായി സാബ് ഞാൻ അമൃതവേളയ്ക്ക് കണ്ണ് തുറക്കാറേ ഇല്ല. അപ്പം ബായി സാബ് ചോദിച്ചു, അതെന്താ അലാറം വെക്കാറില്ലേ? അലാറമൊക്കെ വെക്കാറുണ്ട്, അത് താഴെയല്ലേ അടിക്കുന്നത്, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോകുന്ന പരന്താമത്തിൽ, ഞാൻ പരന്താമത്തിൽ കിടക്കുന്ന കാരണം താഴെ അലാറം അടിക്കുന്നത് കേൾക്കാറേ ഇല്ല എന്ന്. तो देखो कैसे कैसे ജ്ഞാനം കൂടി പോയാലുള്ള കുഴപ്പം ഇതാണ്. इसलिए अलर्ट. बाबा कहते हैं मैं रोज तुम्हारे घर में आता हूँ. बाबा आता दिखाई पड़ता है. बाबा को देखने के लिए होश में बैठो, बेहोश में नहीं बैठो.
कोई शराब पी करके गटर में पड़ा है और कोई जाकर कहे 10 रुपये ले लो, घर में जाकर सो जाओ, कहता है मैं राजा हूँ, मुझे कुछ नहीं चाहिए. അതായത് അമൃതവേള സമയത്ത് നല്ല അലേർട്ടായിട്ടിരിക്കണം. കാരണം നമ്മുടെ വീട്ടിൽ ബാബ വരികയാണ്. ബാബ വരുമ്പോൾ ബോധത്തോടെ ഇരിക്കണം, അല്ലാണ്ട് ബോധമില്ലാതെ കിടക്കരുത്. ഇപ്പം ഏതെങ്കിലും ഒരു കുടിയൻ കുടിച്ചിട്ട് റോഡ് സൈഡിൽ കിടക്കുകയാണ്. അപ്പം ആരെങ്കിലും പറയാണ് സഹോദര വാ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയും ഞാൻ രാജാവാണ്, ഞാനിവിടെ രാജാവായിട്ട്. കാരണം കുടിച്ചു കിടക്കുന്ന കാരണം അയാൾക്ക് ബോധമില്ലല്ലോ. इसलिए अमृत वाला अलर्ट करो. बाबा भी रोज वरदानों का झोला लेके आता है सवेरे. अमृत वाला पूछता है बच्चे कुछ चाहिए, लेकिन हम ऐसे झूम रहे कुछ नहीं चाहिए, मैं राजा हूँ. इसलिए अलर्ट होकर के अमृत वाला योग करना. और दूसरा, क्लास के पहले हर सेंटर पर क्लास का अपना अपना समय होता है. जैसे यहाँ 7 बजे मुरली चालू हो जाते हैं, इसका मतलब आधा घंटा पहले योग चालू हो जाता है. हर एक को मुरली के पहले आधा घंटे का योग जरूर करना है. जो मुरली से पहले योग नहीं करता वो शाम को तक मुरली उसको भूल जाएगी, याद ही नहीं रहेगी, उसको मुरली धारणा में नहीं आएगी. खेती में धान डालते हैं, बीज डालते हैं, पहले हल चला करके फिर बीज डालते हैं. इसी तरह ज्ञान का बीज डालने से पहले आधा घंटे का योग जरूरी है. जो आधा घंटे का योग करता है उसको मुरली समझ में आती है, मुरली से नशा चढ़ता है. इसलिए क्लास के पहले इस भट्टी के बाद जाने के बाद आप लोग संगठन में योग आधा घंटा जरूर करना है. അതുകൊണ്ട് അമൃതവേളയിൽ രാവിലെ ബാബ വരദാനത്തിൻ്റെ സഞ്ചിയും കൊണ്ടാണ് വരുന്നത്. ബാബ ഒന്ന് ചോദിക്കും കുട്ടി ഏത് വരദാനം വേണം, അപ്പോൾ കുട്ടിയുടെ ഉറക്കം തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ ബാബ കൊണ്ടുവരുന്ന പോലെ സഞ്ചി എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് അമൃതവേള കണ്ണുകൾ തുറന്നിരുന്ന് വളരെ പവർഫുൾ ആക്കണം. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മുരളി ക്ലാസ്സിന് അരമണിക്കൂർ മുമ്പ് യോഗം ചെയ്തിരിക്കണം. അതായത് ഓരോ സെൻറ്ററുകളിലും ഓരോരോ സമയമാണ്. ഇപ്പോൾ ഇവിടെ രാവിലെ 7 മണിക്കാണ് മുരളി എങ്കിൽ 6:30 നമ്മൾ വന്നിരുന്ന് യോഗം ചെയ്യണം. യോഗം ചെയ്ത് നമ്മൾ നമ്മളുടെ മനസ്സിനെ റെഡിയാക്കണം. ഇപ്പം ഏതുപോലെ നമ്മൾ ഏതെങ്കിലും കൃഷിക്ക് മുമ്പ് നമ്മൾ ആ വയൽ ആദ്യം എന്ത് ചെയ്യും, ഉഴുതു മറിക്കും, എന്നിട്ടാണ് അതിലെന്തിടുന്നത്, വിത്തിടുന്നത്. അതുപോലെ ആരാണോ ആദ്യമേ വന്ന് യോഗം ചെയ്ത് ജ്ഞാനം കേൾക്കാൻ വേണ്ടി മനസ്സിനെ ഉഴുതു മറിക്കുന്നത്, എന്നിട്ട് ആ ജ്ഞാനത്തിൻ്റെ വിത്ത് ആരാണോ ഇടുന്നത് അവരുടെ ഉള്ളിൽ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവൂ. യോഗം ചെയ്തിട്ട് മുരളി കേൾക്കുന്നവർക്ക് മാത്രമേ വൈകുന്നേരം വരെയും മുരളി ഓർമ്മ നിൽക്കൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സംഘടിത രൂപത്തിൽ മുരളി ക്ലാസ്സിന് മുമ്പ് അരമണിക്കൂർ യോഗം ചെയ്തിരിക്കണം. और तीसरा है, अगर सहन शक्ति बढ़ाना है, जैसे बताया, एक तो अमृत वाला अच्छी चाहिए, क्लास के पहले योग, और तीसरा रोज हमें मुरली सुननी है. कहाँ? सेंटर पर. जो ऑनलाइन से मुरली सुनता है उसकी पूजा भी ऑनलाइन से हो जाएगी. അതായത് 3 പോയിന്റാണ് സ്ഥാനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് അവസാനം പറഞ്ഞത്. 1 അമൃതവേള പവർഫുൾ ആക്കണം, 2 മുരളിക്ക് മുമ്പ് അരമണിക്കൂർ യോഗം ചെയ്യണം, 3 ഡെയിലി നിയമിത രൂപത്തിൽ മുരളി കേൾക്കണം. എവിടെ വന്ന് കേൾക്കണം? സെൻറ്ററിൽ വന്ന് കേൾക്കണം. ഓൺലൈൻ വഴി മുരളി കേൾക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഓൺലൈൻ വഴി മുരളി കേൾക്കുന്നവർക്ക് എന്ത് കിട്ടാനാണ്? उसकी पूजा भी ऑनलाइन से हो जाएगी. അവരുടെ പൂജയും ഓൺലൈൻ വഴിയായിരിക്കും നടക്കുന്നതെന്ന് മനസ്സിലായി. उसके मंदिर में कोई नहीं जाएगा, ऑनलाइन से वहाँ लैपटॉप से पूजा हो जाएगी. फिर ഓൺലൈൻ വഴി മുരളി കേൾക്കുന്നവരുടെ ക്ഷേത്രത്തിൽ ഒരു ഭക്തനും വരില്ല. ഭക്തൻ വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈൻ വഴി പൂജ ചെയ്തോളും. ऑनलाइन वाला लड्डू चलेगा, असली लड्डू नहीं मिलेगा. क्योंकि ഓൺലൈനില് ലഡു ഫോട്ടോ അയച്ചു തരും, ഒറിജിനൽ ലഡു ദേവിയുടെ മുമ്പിൽ വരില്ല. इसीलिए रोज मुरली सेंटर पर आकर के सुनना जरूरी है. അതുകൊണ്ട് ഡെയിലി സെന്ററിൽ വന്ന് മുരളി കേൾക്കണം. एक बार ब्रह्मा बाबा को दादियों ने पूछा था, बाबा त्रेतायुग वालों के लिए पढ़ाई का प्रबंध आप क्या करेंगे 33 करोड़ के लिए? तो बाबा ने कहा कि बच्चे 9 लाख क्लास के रेगुलर स्टूडेंट बनाओ, 33 करोड़ वालों का पढ़ाई का प्रबंध मैं आगे चल करके करूंगा. और अब बाबा ने एक 5-6 साल से पीस ऑफ माइंड टीवी, फेसबुक, व्हाट्सएप, यूट्यूब, ये चैनल, ये सब किसके लिए चालू किए हैं? 33 करोड़ के लिए. तो आपको 33 करोड़ में जाना है या 9 लाख में जाना है? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാ പോയിന്റും ശ്രദ്ധിച്ച് തന്നെ കേൾക്കുന്നത്. ഒരിക്കൽ ബ്രഹ്മാ ബാബയോട് ദാദിമാര് ചോദിച്ചു, ബാബ ഈ ത്രേതായുഗത്തിൽ വരുന്ന ബാക്കി 33 കോടി ആത്മാക്കളില്ലേ, ഇവരെ ബാബ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുക എന്ന്. അപ്പോൾ ബാബ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? അവരെ ബാബ അതിനുള്ള എല്ലാ സെറ്റപ്പും ഡ്രാമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. 9 ലക്ഷം പേര് മാത്രമേ സെൻറ്ററിൽ വന്ന് എന്ത് ചെയ്യൂ, മുരളി കേൾക്കൂ. ബാക്കി ഇപ്പോഴത്തെ കാലത്ത് ഒരു 5 വർഷത്തിനുള്ളിൽ പീസ് ഓഫ് മൈൻഡ് ചാനൽ, ആ ടി വി, ഈ ടി വി, ഇവിടുത്തെ
അറിയാലോ, യൂട്യൂബ് ചാനൽ, പിന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പ് വഴി ക്ലാസ് കേൾക്കുന്നവർ മൊത്തം എവിടെ ഉള്ളവരാ? 33 കോടിയിൽ ത്രേതായുഗത്തിൽ വരുന്നവരാണ്. സെൻട്രലിൽ വന്ന് മുരളി കേൾക്കുന്നവരാണ് എവിടെ വരുന്നവർ? സത്യയുഗത്തിൽ. नहीं तो सीता अकेली बैठी है, रो भी रही है, राम को याद भी कर रहे हैं, और गोप गोपी का सतीग वाले वो क्या संगठन में कृष्ण बीच में है, चारों तरफ से राज कर रहे हैं, संगठन में मुरली चल रहे हैं, सब मस्त होकर के ये कर रहे हैं, इसलिए संगठन में मुरली सुनना है. സീത എങ്ങനെയാ കാണിക്കുന്നത്? സീത ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് രാമനെ ഓർത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കരഞ്ഞുകൊണ്ടിരിക്കുക. ഗോപഗോപികമാരെങ്ങനെയാണ് കാണിക്കുന്നത്? കൃഷ്ണൻ നടുവിൽ, ഗോപഗോപികമാർ ചുറ്റിനും ഡാൻസ് തന്നെ. ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്ററിൽ വന്നിരുന്ന് സംഘടനയിലിരുന്ന് എന്ത് കേൾക്കണം? മുരളി കേൾക്കണം. എങ്കിലേ ഗോപഗോപികയാവും. ഇല്ലെങ്കിൽ ആരാവും? വീട്ടിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് മുരളി കേൾക്കുന്ന സീതമാരായിപ്പോവും. एक बार एक भील एकलव्य गुरु द्रोणाचार्य को लेके गया जंगल में, कहता है आप मेरे को नंबर 1 दे दो, मैं अर्जुन से भी होशियार हूँ. कहा कि तुम्हारा गुरु कौन है? कहता आप ही मेरे गुरु हैं. तो मेरे पास कभी आए नहीं यहाँ पढ़ने के लिए, चलो मैं दिखाता हूँ. जंगल में लेके गया, एक पुतला दिखाया, देखो आप मेरे गुरु हैं. तो भी उसको नंबर 1 नहीं दिया. नंबर 1 किसको दिया? अर्जुन को. अर्जुन सामने सिखाता और वो पुतले के सामने सिखाता. इसीलिए पीस ऑफ माइंड टीवी, फेसबुक, व्हाट्सएप ये भी पुतला है. शिवानी बहन के क्लासेस, अच्छे अच्छे क्लासेस सुन करके होशियार तो बनेंगे, नंबर 1 नहीं जाएंगे. नंबर 1 बनना है, सेंटर पर आकर के मुरली सुनने की आदत डालनी है. जो 3 चीजें करता है उसका मनोबल बढ़ता है, उसके पास सहन शक्ति आएगी, वो पॉजिटिव बन जाएगा. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് കഥകളി കാണിച്ചിരിക്കുന്നത്. പണ്ട് ഏകലവ്യൻ ദ്രോണാചാര്യരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ നന്നായിട്ട് എനിക്ക് ഇതെല്ലാം അറിയാം, ഈ ശിക്ഷകളെല്ലാം അറിയാം. അപ്പോൾ ദ്രോണാചാര്യൻ ചോദിച്ചു, നിന്നെ ആരാ പഠിപ്പിച്ച്? നിൻ്റെ ഗുരു ആരാ? അപ്പോൾ പറഞ്ഞു, അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞിട്ട് കാട്ടിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഏകലവ്യൻ എല്ലാം പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏകലവ്യൻ എന്തെല്ലാം അഭ്യാസം കാണിച്ചു കൊടുത്തിട്ടും ശിഷ്യൻ നമ്പർ 1 ആയത് അർജുനൻ മാത്രമാണ്. എന്തുകൊണ്ടാണ്? അർജുനൻ ദ്രോണാചാര്യൻ്റെ മുന്നിലിരുന്ന് പഠിച്ച ആളാണ്. ഏകലവ്യൻ ദ്രോണാചാര്യൻ കാണാതെ വീട്ടിൽ ഇരുന്ന് പഠിച്ച ആളാണ്. അതുപോലെ പീസ് ഓഫ് മൈൻഡ് ചാനൽ, യൂട്യൂബ്, അത് ഇത്, ശിവാനി സിസ്റ്ററിൻ്റെ ക്ലാസ്, ഇതെല്ലാം വീട്ടിലിരുന്ന് കേട്ട് നമ്മൾ നല്ല ഹോഷിയാറൊക്കെ ആവും, നല്ല സമർത്ഥനൊക്കെ ആവും. പക്ഷെ നമ്പർ 1 ആകുന്നത് ആരാണോ ഡെയിലി സെൻറ്ററിൽ വന്ന് മുരളി കേൾക്കുന്നത്, അവർ മാത്രമേ നമ്പർ 1 ആകൂ. അതുകൊണ്ട് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അമൃതവേള, മുരളിക്ക് മുമ്പുള്ള അരമണിക്കൂർ യോഗം, ഡെയിലി സെൻട്രലിൽ വന്ന് മുരളി കേൾക്കുക, ഈ 3 കാര്യങ്ങൾ ആരാണോ പാലിക്കുന്നത്, ചെയ്യുന്നത്, അവരുടെ ഉള്ളിൽ പോസിറ്റീവ് ചിന്ത വരും, സഹനശക്തി വർദ്ധിക്കും. कोई कहते हैं भाई जी बहुत दूर हैं, रिक्शा करके आना पड़ता है, खर्चा करना पड़ता है. आजकल के बच्चे पढ़ने के लिए कितना सिटी में इस जगह से दूसरे जगह पर क्रॉस होकर के बसे जाते हैं. वो एक जन्म की कमाई, पाई पैसे की कमाई, और आपको तो 63 जन्म, 84 जन्मों की कमाई हो रहे हैं. थोड़ा खर्चा करेंगे तो प्राप्ति कितनी है. इसलिए भले वो भी सुनो, ऑनलाइन वाला भी सुनो. जैसे बच्चे स्कूल में जाते हैं और सवेरे से हम ट्यूशन लगाते हैं, इसी तरह भले यहाँ आओ, मुरली सुनो, उसके बाद यूट्यूब का वगैरह सुनो, लेकिन संगठन में हमें जरूर आना है, जरूर मुरली सुननी है. ये 3 चीजें करता है, आत्मिक स्थिति बनती है, सहन शक्ति आती है. മാതാക്കൾ വന്നാ പറയുന്നേ, അയ്യോ ഭായിക്കറിയോ, നമ്മൾ ഒരു ദിവസം സെൻറ്ററിൽ പോകാമെന്ന് പറഞ്ഞാൽ ഓട്ടയം പിടിച്ച് എത്ര രൂപ ചിലവാക്കി പോകണം. നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് എത്ര ദൂരെ പോയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. പിള്ളേർ പഠിക്കാൻ പോകുന്ന കണ്ടിട്ടില്ലേ? ബസ്സും കയറി എത്ര ദൂരെ പോയി, എത്ര ചിലവാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. അത് എത്ര ജന്മത്തേക്ക്? ഈ ഒരു ജന്മം ചില്ലി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും രൂപ അവർ ചിലവാക്കുന്നെങ്കിൽ ജന്മാന്തരത്തേക്ക് 21 ജന്മം, 84 ജന്മത്തേക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ ചിലവാക്കിയാൽ എന്താ? നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കണ്ട, മുരളി കേൾക്കണ്ട എന്നല്ല, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് രാത്രിയും വൈകുന്നേരം ട്യൂഷന് പോവും. അതുപോലെ നമ്മൾ സെൻറ്ററിൽ വന്ന് സംഘടിത രൂപത്തിൽ മുരളി കേട്ടിട്ട് നമുക്ക് പിന്നെ വീട്ടിൽ പോയിരുന്ന് എന്ത് കേൾക്കാം? ഓൺലൈൻ മുരളി കേൾക്കാം. പക്ഷേ സെൻറ്ററിൽ വന്നിരുന്ന് മുരളി കേൾക്കേണ്ടത് സെൻറ്ററിൽ വന്നിരുന്ന് തന്നെ എന്ത് ചെയ്യണം? കേൾക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങൾ ആരാണോ പ്രാവർത്തികമാക്കുന്നത് അവരുടെ ആത്മീയ ശക്തി കൂടും, അവർക്ക് സഹനശക്തിയും വരും. और आजकल यूट्यूब से भी बच करके रहो. आजकल कई उल्टे सुल्टे ऐसे ग्रुप निकले हैं, इसी में बाबा आ गया और इसी में बाबा आ गया. मधुबन में जो चलते हैं वही क्लासेस सुनो, और जो आपका सब्जेक्ट कच्चा है
योग नहीं लगता, योग की क्लासेस सुनो। जो भी बच्चे ट्यूशन कौन सा लगाते हैं, जो सब्जेक्ट कच्चे हैं। इसीलिए इससे बचना, ये 3 चीजें करने वाला सहनशील बनता है। അതുപോലെ യൂട്യൂബ് ഉപയോഗിക്കുന്നതും വളരെ സൂക്ഷിച്ചു വേണം. കാരണം യൂട്യൂബിൽ ഒരുപാട് തലതിരിഞ്ഞ ക്ലാസ്സുകളും വരുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അവർ പറയുന്നത് എൻ്റെ ശരീരത്തിൽ ശിവബാബ വരുന്നുണ്ടെന്നാണ്. അതൊന്നും നിങ്ങൾ കാണാൻ പോകരുത്. അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. മധുബനിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വരുന്ന ക്ലാസ്സുകൾ ഏതാണോ അതാണ് കേൾക്കേണ്ടത്. അത് ഏത് ക്ലാസ്സാണ് കേൾക്കേണ്ടത്? ഏത് വിഷയത്തിലാണോ നമ്മൾക്ക് നല്ല പോലെ ഉറപ്പില്ലാത്തത്, നമുക്കത്ര പക്കയാവാത്തത്, അങ്ങനെയുള്ള ക്ലാസ്സാണ് കേൾക്കേണ്ടത്. ഇപ്പോൾ ട്യൂഷന് കുട്ടികളെ നമ്മൾ അയക്കാറുണ്ട്. ഏത് വിഷയത്തിലാണോ അവർ പഠിക്കാൻ മോശം, ആ വിഷയത്തിനാണ് നമ്മൾ എന്ത് വിടുന്നത്? ട്യൂഷന് വിടുന്നത്. അതുപോലെ ഏത് വിഷയം നമുക്ക് പാടാണോ ആ വിഷയത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കാം. പക്ഷേ മധുബനിൽ നിന്നുള്ള ക്ലാസ്സുകളാണ് കേൾക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരാണോ പക്കയാകുന്നത് അവർക്ക് സഹനശക്തി തീർച്ചയായിട്ടും വരും. ये 3 चीजें करने वालों को किसी के अवगुण, किसी की बुराई दिखाई नहीं पड़ेंगे, सब अच्छा दिखाई पड़ेगा, उसके पास सहन शक्ति आएगी. ഈ 3 കാര്യങ്ങൾ ആരാണോ ചെയ്യുന്നത് അവരാരുടെയും അവഗുണങ്ങൾ കാണില്ല. അവർക്ക് എന്ത് കണ്ടാലും അത് നല്ലതായിട്ടേ തോന്നും. അവരുടെ ഉള്ളിൽ സഹനശക്തി താനെ വരും. एक 2 महिलाएं थी, एक रहती थी 2 मंजिल पर, दूसरी रहती थी नीचे की मंजिल पर। 2 मंजिल वाली रोज अपने घर के खिड़की से पड़ोसी के छत पर देखती हैं, तो छत पर वो कपड़े सुखाते हैं, उसके कपड़े दे करके पति को बुलाते हैं, कहते इसको कोई अक्ल नहीं, कितने गंदे कपड़े, कितने मैले कपड़े, जाओ पूछ के आओ। पति कुछ नहीं बोलता, रोज बुला करके कहते जाओ पूछ के आओ। एक दिन जब उसने उसी खिड़की से देखा तो पड़ोसी के कपड़े अच्छे दिखने लगे। फिर पति को बुलाया, कहते आज उसको कैसे अक्ल लगी, कितना अच्छा धुला गया, जाओ पूछ के आओ। पति धीरे से मुस्कुराता और कहता है आज सवेरे सवेरे मैंने अपने घर के खिड़की के कांच साफ किया था, कांच गंदे थे इसलिए कपड़े गंदे दिखते थे. അതായത് ഒരു വീട്ടിൻ്റെ മുകളിലും താഴെയായിട്ട് 2 സ്ത്രീകൾ താമസിച്ചിരുന്നേ. അപ്പോൾ ഈ മുകളിൽ താമസിക്കുന്ന സ്ത്രീ എന്നും ജനാല വഴി താഴത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കും. അപ്പോൾ അവരവിടെ അതിൻ്റെ മുമ്പിലായിട്ടാണ് തുണി കഴുകിയിട്ട് ഉണക്കായിട്ടിരിക്കുന്നത്. ഇവരെന്ന് നോക്കിയാൽ ഈ സ്ത്രീ വൃത്തിയായിട്ട് തുണി കഴുകുകയില്ല. എപ്പോഴും തുണിയിൽ മുഴുവൻ അഴുക്കും കളറും തന്നെയാണ്. അപ്പോൾ ഈ മുകളിലത്തെ സ്ത്രീ എന്ത് ചെയ്യുന്നറിയോ, ഭർത്താവിനെ വിളിച്ചിട്ട് പറയും ഇവരെന്താ വൃത്തിക്ക് തുണി കഴുകാത്തത്, നിങ്ങളൊന്ന് പോയി ചോദിച്ചേ എന്നും അറിയാമായിരുന്നു. അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കാനൊന്നും പോലും അയാൾ കേട്ടിട്ട് മിണ്ടാതിരിക്കും. ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് തുണിയൊക്കെ കഴുകി നീറ്റായിട്ട് കിടക്കുന്നു. അപ്പോൾ ഉടനെ ഈ ഭർത്താവിനെ വിളിച്ചിട്ട് പറയും ഇന്ന് തുണിയൊക്കെ വൃത്തിയായിട്ട് കഴുകി ഇട്ടിട്ടുണ്ടല്ലോ, എന്താണോ കാര്യം, നിങ്ങളൊന്ന് പോയി ചോദിക്കാമെന്ന് ചോദിക്കുമ്പം ഭർത്താവ് പറയും അയ്യോ അവർ തുണി വൃത്തിയായിട്ട് കഴുകിയതല്ല, ഇന്ന് ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ഈ ജനാലയിലെ പൊടിയൊക്കെ എന്ത് ചെയ്തു, വൃത്തിയാക്കി. അപ്പോൾ ജനാലയിലെ പൊടിയെല്ലാം വൃത്തിയാക്കി കളഞ്ഞപ്പോൾ താഴെ വിരിച്ചിരിക്കുന്ന തുണിക്ക് എന്ത് വന്നു, വൃത്തി വന്നു. इसी तरह जिस दिन सेंटर पर नहीं जाएंगे, मुरली नहीं सुनेंगे, अमृत वाला नहीं करेंगे, आपका बुद्धिरूपी कांच गंदा होगा और इसी से जिसको भी देखेंगे सब गलत नजर आएंगे. इसीलिए रोज अपने खिड़की को साफ करो. ये 3 चीजें सहन शक्ति के लिए जरूरी है. അതേപോലെ ഡെയിലി ആരാണോ മുരളിക്ക് മുമ്പ് യോഗം ചെയ്യാത്തത്, സെൻറ്ററിൽ വന്ന് മുരളി വിധിപൂർവ്വം കേൾക്കാത്തത്, അമൃതവേള ചെയ്യാത്തത്, അവരുടെ ബുദ്ധിരൂപി ജനാലയിൽ അഴുക്ക് നിറയാൻ തുടങ്ങും. അതുവഴി ആരെ നോക്കിയാലും അവർക്ക് തോന്നി ഇവരൊക്കെ കുഴപ്പക്കാരാണെന്ന്. അതുകൊണ്ട് ഈ ഒരു അഴുക്ക് കളയാൻ വേണ്ടി ഡെയിലി ഈ 3 കാര്യങ്ങളിൽ അറ്റൻഷൻ വയ്ക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സഹനശക്തി താനേ വരും. तो सहन शक्ति के लिए पहली बात बताई ड्रामा के ऊपर विश्वास, दूसरी बताई जो हुआ अच्छा हुआ मंत्रा वाली बात, तीसरी बताई कर्मों की घुई गति, आगरा वाला एग्जाम्पल सुनाया, और चौथी बताई रोज अपने खिड़की को साफ करना, अर्थात 3 चीजें करना. और लास्ट की एक बात सुना करके मैं पूरा करता हूँ. അങ്ങനെ സഹനശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അമൃതവേള വളരെ പവർഫുൾ ആക്കണം. രണ്ടാമത്തെ കാര്യം എന്ത് സംഭവിച്ചു അത് നല്ലതിനാണ്, മന്ധരയുടെ ഉദാഹരണം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഡ്രാമ, എന്ത് സംഭവിച്ചാലും ഡ്രാമ. പിന്നെ അടുത്ത കാര്യം പറഞ്ഞത് ബുദ്ധിരൂപി കണ്ണാടിയെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ പോയിന്റ് പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ് അതുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇന്ന് തീരും. लास्ट की बात है, अगर हमें सहनशील बनना है, पॉजिटिव बनना है, उसके लिए निगेटिव बात को क्या बना दो, पॉजिटिव बनाओ. बुराई को भी अच्छाई में बदलो. ഇനി ലാസ്റ്റ് പോയിന്റാണ്, നമ്മൾക്ക് ഏതൊരു സാഹചര്യത്തിനെയും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മോശമായതിനെയും നമ്മൾ നല്ലതാക്കിയിട്ട് മാറ്റണം.
अब समझो यहाँ से घर में जाएंगे, जाते लोग बोलेंगे हाँ ओम शांति में गए 2 दिन रह के आए, कमाल कर दिया, घर में कोई काम धंधा नहीं है। ये बातें सुनते ही तुरंत आपको मन में विरस शुरू हो जाएगा। इसीलिए पहले से पक्के करके जाओ, अब मैं यहाँ तपस्या करके जा रही हूँ, जाते आज मेरी पूजा हो जाएगी। हाँ, कोई देवी की पूजा होती है, देवी क्या करते हैं? वरदान देते हैं। आपको भी कोई बोलना शुरू करेगा, आप भी क्या दो? वरदान, मतलब हाथ से नहीं दो और चिढ़ जाएंगे। बड़ी देवी बन के आई, शक्ल जा करके देख ले आईने में, मन से कहो कि बाबा इनका कल्याण करना। आज हम कितनी अच्छी अच्छी बातें सुन के आए, अगर ये भी आश्रम में होते हैं हमारे साथ भट्टी में, उनको भी कितना डायबिटीज होते हैं, कितना गुस्सा आता है, बाबा इनका कल्याण करना। वो आपको बोल रहे हैं लेकिन आप दुआएं दे रहे हैं। नेगेटिव को क्या बना दो? പോസിറ്റീവ്. അതായത് അടുത്ത ലാസ്റ്റ് പോയിന്റാണ്, നെഗറ്റീവിനെ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടുന്ന് ബട്ടിയും കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും, കണ്ട 2 ദിവസം ഒരു പണിയെടുക്കാതെ അവിടെ പോയിരിക്കുന്നു, വീട്ടിലെ ഒരു കാര്യവും നോക്കുന്നില്ല. അത് കേട്ട ഉടനെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇളകി മറിഞ്ഞ് വരാൻ പാടില്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കണം, നമ്മൾ 2 ദിവസം ഇവിടെ ഇരുന്ന് ഇത്രയും നല്ല ബട്ടിയും ചെയ്തിട്ട് വന്നതാണ്, എത്ര നല്ല കാര്യങ്ങൾ പഠിച്ചതാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ ദേവിമാരുടെ മുമ്പിൽ എന്ത് നടക്കാറുണ്ട്? പൂജയും ആരതിയൊക്കെ. അപ്പോൾ ദേവിമാരെങ്ങനെയായിരിക്കുന്നത്? പൂജ നടക്കുമ്പം ഇങ്ങനെ എന്ത് കൊടുത്തുകൊണ്ടിരിക്കും? വരദാനം കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ എന്ത് കിട്ടാൻ തുടങ്ങും? പൂജ കിട്ടാൻ തുടങ്ങും. എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം? വരദാനം കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് ഇവർ നമ്മൾ, കാരണം ഇത്രയും പട്ടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കയറിയിട്ട് നമ്മൾ കിടന്ന് ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ അവർ ചിന്തിക്കില്ലേ, കൊള്ളാം യോഗമൊക്കെ ചെയ്ത് വന്ന്, ഇവർക്ക് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയണം, ബാബ ഇവരുടെ മംഗളം ഉണ്ടാകട്ടെ, ഇവർക്ക് മാറ്റം വരട്ടെ, ഞാൻ ബട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, ഞാൻ വളരെ പവർഫുള്ളാണ്. അങ്ങനെ സ്വയം പറഞ്ഞ് നമ്മൾ സഹനശക്തി കൊണ്ടുവരണം. ഏത് നെഗറ്റീവ് സാഹചര്യത്തിനെ നമ്മളായിട്ട് എന്താക്കണം? पॉजिटिव आकणम. एक महाराष्ट्र में एक संत थे जिनका नाम तुकाराम महाराज था। वो बहुत भक्ति करते थे, लोगों ने उसको मना किया तभी छोड़ा नहीं। तो एक दिन सभी लोगों ने उसका अपमान करने के लिए सोचा और अपमान करने के लिए सवेरे उसको पकड़ लिया और पकड़ करके उसके गले में सब्जी की माला पहना दी। बैंगन, टमाटर, आलू, मटर, मिर्ची, नींबू, मुंह काला किया, बाल उतर करके हल्दी लगाई, गधे पर बिठाया, गली गली में घुमाया, इतना नहीं घर के सामने लाया, पत्नी को बुलाया। जब उसकी पत्नी देखते मेरे पति का साथ ऐसा किया, सबको गाली देती। അതായത് ഒരു മഹാരാഷ്ട്രയിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു, ദുഃഖാറാം എന്ന് പറഞ്ഞിട്ടൊരു സന്യാസി, ദുഃഖാറാം മഹാരാജ എന്ന് പറഞ്ഞിട്ട്. സന്യാസിയല്ല, ഇയാളൊരു ഗൃഹസ്ഥിയാണ്. ഇയാൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന കണ്ടിട്ട് നാട്ടുകാർ മൊത്തം പിടിച്ച് ഇയാളെ മുട്ടയടിച്ച് മുഖത്ത് കരിയും തേച്ചിട്ട് കഴുത്തിൽ പച്ചക്കറി കൊണ്ടൊരു മാല ഉണ്ടാക്കി, ഈ ഉരുളക്കിഴങ്ങ്, തക്കാളി, അത് ഇതൊക്കെ വെച്ചിട്ടൊരു മാല ഉണ്ടാക്കി കഴുത്തിലിട്ടിട്ട് കഴുതപ്പുറത്ത് തിരിച്ചിരുത്തിയിട്ട് നാട് മുഴുവൻ എന്ത് ചെയ്ത് കൊണ്ട് കറക്കി, മുക്കിലും മൂലയിലും കൊണ്ട് കറക്കി. അങ്ങനെ കറങ്ങി കറങ്ങി ഇയാളെ വീട്ടിൻ്റെ മുമ്പ് എത്തി. വീട്ടിൻ്റെ മുമ്പ് എത്തിയപ്പോഴത്തേക്ക് ഇയാളുടെ ഭാര്യ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഭർത്താവിനെ ഇങ്ങനെ വേഷം കെട്ടിച്ച് കൊണ്ടു നടക്കുകയാണ്. ഉടനെ തന്നെ ആ കൂടെ നിന്നവരെല്ലാവരെയും ഈ ഭാര്യയെ ചീത്ത പറഞ്ഞു. तो तुकाराम महाराज पत्नी को कहते हैं, इनको गाली क्यों दे रहे हैं? ये लोगों ने अपने लिए 8 दिन के लिए सब्जी ला कर दिया है। वो सब्जी का माला बना करके पहना था, कहा कि इनको 8 दिन के लिए हमको सब्जी ला कर दिया, इनको गाली क्यों देते हैं? അപ്പോൾ ഉടനെ ഈ ദുഃഖാറാം മഹാരാജാവ് ഭാര്യ എടുത്ത് വെക്കണം, നീ എന്തിനാ ഇവരെ വഴക്ക് പറയുന്നത്? കണ്ട എൻ്റെ കഴുത്തിൽ കിടക്കുന്ന പച്ചക്കറി മാല കണ്ട, ഇനി 8 ദിവസത്തേക്ക് നമുക്ക് എന്ത് വാങ്ങണ്ട? പച്ചക്കറി വാങ്ങണ്ട. 8 ദിവസത്തേക്കുള്ള പച്ചക്കറി ആര് തന്നു? ഇവർ തന്നു. പിന്നെ നീ എന്തിനാ ഇവരെ ചീത്ത പറയുന്നത്? और कहा इनको गाली मत देना, मैंने बहुत दिनों से गांव नहीं देखा था, आज गली गली का घर घर घूम के आया हूँ. എന്നിട്ട് പറഞ്ഞു, നീ ഇവരെ ഒരു കാരണവശാലും ചീത്ത പറയരുത്, കാരണം ഞാൻ കുറേ നാളായിട്ട് ഈ നാടൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിക്കായിരുന്നു. ഇന്ന് ഇവരെന്നെ ഇവിടുത്തെ എല്ലാ മുക്കിലും മൂലയിലും കൊണ്ടുപോയി എന്ത് ചെയ്തു? കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. और कहा इनको गाली मत देना, जब हमारी शादी हुई थी समय बारात ही नहीं निकली थी, आज ये लोगों ने पूरी गांव में हमारी बारात निकाल करके लाई, इन बाराती वालों को चाय पानी पिलाना, गाली मत देना. അതായത് എന്നിട്ട് ഇയാൾ പറയാണ്, ഈ ദുഃഖാറാം മഹാരാജ പറയണേ, ഒരു കാരണവശാലും കുറ്റം പറയരുത്, ഇനിയും കാര്യമുണ്ട്. സാധാരണ കല്യാണം കഴിയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവിനെയും കൊണ്ട് ഘോഷയാത്ര പോകും നാട് മുഴുവനും. ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ടേ ഇല്ല. ഇന്നാണെങ്കിൽ കണ്ട ഇത്രയും ആളുകളുടെ കൂടെ ഒരു ഘോഷയാത്ര പോലെ നാട് മുഴുവനും എന്ത് ചെയ്തു? കറങ്ങി നടന്നില്ലേന്ന്. और कहा इनको गाली मत देना, जब मुझे घुमाने के लिए लेके गए थे मेरे सिर में बहुत सारे फोड़े हो गए थे, हाँ मैंने बहुत दवाई की, ठीक नहीं हुआ. आज ये लोगों ने मेरे बाल उतर करके हल्दी लगाई. हल्दी तो एंटीबायोटिक का काम करता है, अब ठीक हो जाएगा.
അപ്പം ഇങ്ങനെ വീണ്ടും പറയാണ്, ഇനിയും പറയരുത് വഴക്ക്, ഒരു കാരണവശാലും വഴക്ക് പറയരുത്. കാരണം എൻ്റെ തലയാണെങ്കിൽ നിറയെ ഇങ്ങനെ താരനൊക്കെ വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ തലമുടിയൊക്കെ കളഞ്ഞ് മരുന്നിടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇവർ തന്നെ പിടിച്ചുകൊണ്ട് പോയി തലമുടി മൊത്തം എടുത്ത് തലയിൽ മഞ്ഞളും തേച്ച് എന്ന്. അതോടെ തലമുടിയും പോയി, ഫ്രീ ആയിട്ട് മഞ്ഞളും കിട്ടി, മരുന്നും കിട്ടി എന്ന്. और कहा इनको गाली मत देना। जब मुझे घुमाने के लिए लेके गए थे, बाहर बहुत तेज धूप थी और तेज धूप में लोगों ने पाँव में कुछ नहीं पहना था, सबके पाँव में छाले पड़े आए, मुझे कुछ नहीं हुआ, मैं आराम से पर गधे पर बैठा था। എന്നിട്ട് അങ്ങനെ പറയാണ്, ഇനിയും വഴക്ക് പറയരുത്. കാരണമുണ്ട്. കാരണം ഈ എന്നെയും കൊണ്ട് ഇവർ ഈ പൊരി വെയിലത്താണ് പോയത്. യവന്മാരെല്ലാവരും ചെരുപ്പിടാതെ നടന്ന് കാല് മൊത്തം പൊള്ളി. ഞാൻ കഴുതപ്പുറത്തിരുന്നത് കാരണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ये है जीवन जीने की कला। विपरीत परिस्थिति को पॉजिटिव बना दो, तब आपके पास सहन शक्ति आएगी। ഇതിനെയാണ് പറയുന്നത് ജീവിക്കുന്നതിൻ്റെ കല എന്ന്. എങ്ങനെയുള്ള നെഗറ്റീവ് സാഹചര്യം വന്നാലും അതിനെ എന്താക്കണം? പോസിറ്റീവ് ആക്കണം. എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരും? सहनशक्ति। किसी ने गाली भी दी तो योग में बैठेंगे बाबा को, बाबा आज आपने बहुत अच्छा भगत भेजा था, उसने बहुत अच्छा फूल डाल के गया, आपका बहुत बहुत धन्यवाद। जो संगम में गाली देगा, द्वापर में रोज आपके मूर्ति के सामने गुलाब का फूल डाल करके जाएगा। तो भगत चाहिए कि नहीं चाहिए? पॉजिटिव बनाओ। ആ, നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞു, ഇൻസൾട്ട് ചെയ്തെന്ന് വെച്ചോളൂ. നിങ്ങൾ ബാബയുടെ അടുത്തോണ്ട്, ബാബ ഇന്നൊരു ഭക്തനെ കിട്ടിയായിരുന്നു, നിറയെ റോസാപ്പൂ ഇട്ടിട്ടാണ് പോയത്, വളരെ നല്ലത് എന്ന് പറയണം. കാരണം സംഗമയുഗത്തിൽ ആരെല്ലാം നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുവോ അവരെല്ലാം ദ്വാപരയുഗം മുതൽ ഡെയിലി നിങ്ങളുടെ മൂർത്തിയുടെ മുമ്പ് ഒന്ന് റോസാപ്പൂ അർപ്പിച്ചിട്ടേ പോകൂ. അതുകൊണ്ട് റോസാപ്പൂ വേണോ വേണ്ടേ ഭക്തിയിൽ? എങ്കിൽ ഇവിടെ എന്ത് കേൾക്കേണ്ടി വരും? ഇതുപോലുള്ള ചീത്തകളൊക്കെ കേൾക്കേണ്ടി വരും. किसी ने आपका परचिंतन किया, क्या समझो? परचिंतन नहीं किया, मेरा कीर्तन भजन गाया। हाँ, कीर्तन भजन में 2-4 जन इकट्ठे होते हैं, एक जन ढोलक बजाता है, एक जन टाल बजाता है, एक जन देवी की महिमा गाता है। तो परचिंतन में भी क्या होता है? 2-4 जन इकट्ठे होते हैं, ये कहेंगे वो है ही ऐसी, दूसरे का हाँ मेरे साथ भी ऐसा क्या? जो कहेगा वो है ही ऐसी, वो क्या बोलेगा? हे देवी तुम बड़ी महान हो, द्वापरयुग में बोलेगा। जिसने हाँ में अमला वो ढोलक बजाएगा। तो भगत चाहिए कि नहीं चाहिए? जिस दिन किसी ने परचिंतन किया, योग में बैठेंगे, बाबा आज अपने बहुत अच्छे भजन मंडली भेजी थी, उन्होंने मेरा बहुत अच्छा भजन किया, कल भी किसी को भेज देना। कोई भी संकल्प नहीं चलेंगे। ये है सहनशीलता। ഇനി നിങ്ങൾ ആരെങ്കിലും കൂട്ടം കൂടിയിരുന്ന് നിങ്ങളെ പരദൂഷണം പറയാന്ന് വെച്ചോളൂ, നിങ്ങൾ എന്ത് വിചാരിക്കണം? കൂട്ടം കൂടിയിരുന്ന് പരദൂഷണം പറയുന്നത് എന്തുകൊണ്ടാ? കാരണം ചില സ്ഥലങ്ങളിൽ ദേവിമാർക്ക് കൂട്ടം കൂടിയിരുന്നാണ് ഭക്തി മഹിമ പാടുന്നത്. കണ്ടിട്ടില്ലേ? ചില ഭക്തനിരുന്ന് പാട്ട് പാടും, ചിലരിരുന്ന് ചെണ്ട കൊട്ടും, ചിലർ മറ്റേ ചിങ്കി അടിക്കും. അപ്പം ഒരാൾ പറയാണ്, കണ്ടില്ലേ അവർ വളരെ മോശമാണ്. അങ്ങനെ മോശമാണെന്ന് ആരെല്ലാം നിങ്ങളെ ഇപ്പം പറയുന്നു അവരൊക്കെ ഭക്തിയിൽ പറയും, ഹേ ദേവി നീ വളരെ ഉയർന്നതാണ് എന്ന്. ഇനി അത് കേട്ടിട്ട് ഹാ ഹാ എന്നാരാണോ പറയുന്നത് അവരവിടെ ചെണ്ട കൊട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കൂട്ടം കൂടിയിരുന്ന് ചീത്ത പറഞ്ഞാൽ നമ്മൾ ഉടനെ ബാബയുടെ അടുത്ത് പറഞ്ഞ, ബാബ എൻ്റെ കീർത്തി പാടുന്ന ഒരു സംഘത്തിന് എനിക്ക് കിട്ടിയിരുന്നു, ഇനി നാളെ ഇതുപോലുള്ളവരെ അയച്ചു തരണം എന്ന്. अगर ये 5 चीजें आप अपनाओ, माताएं व्यर्थों से मुक्त, समर्थ बनेंगे, कभी भी परचिंतन नहीं चलेगा, सहन शक्ति आएगी। और मैंने केवल सुना ही नहीं, मैंने भी मेरे जीवन में बहुत सारी बातें आई तो उसको निगेटिव को पॉजिटिव बनाया। मेरा थोड़ा सा अनुभव सुना करके मैं पूरा करता हूँ. അതുകൊണ്ട് മാതാക്കളെ, ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ധാരണ ചെയ്യാണ് എങ്കിൽ നിങ്ങൾക്ക് എല്ലാ നെഗറ്റീവിൽ നിന്നും മുക്തമാകാം, ശക്തിശാലിയാകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഞാൻ വെറുതെ കേൾപ്പിച്ചതല്ല നിങ്ങളുടെ അടുക്കൽ, എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എങ്ങനെയാണ് നെഗറ്റീവ് സാഹചര്യത്തിനെ പോസിറ്റീവാക്കി മാറ്റിയെന്ന് അതിൻ്റെ കുറച്ച് അനുഭവം കൂടി പറയാം. जैसे मैंने आपको बताया कि मैं कैसे कैसे ज्ञान में आया, कल बताया था। हाँ, कैसे ज्ञान में आया। ज्ञान में आने के बाद फिर उसके बाद मधुबन चला गया। मधुबन के बाद फिर मैं दिल्ली गया। मुझे कुछ नहीं आता था, मुझे ना हिंदी भाषा आती थी, ना खाना बनाने आता था, नहीं कुछ। लेकिन मेरे जीवन में जो प्रॉब्लम आई, समस्या आई, एक एक प्रॉब्लम को मैंने पॉजिटिव बनाया और उस प्रॉब्लम ने मुझे महान बनाया. ഞാൻ ഇന്നലെ എൻ്റെ കഥ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ജ്ഞാനത്തിൽ വന്നതെന്ന്. ജ്ഞാനത്തിൽ വന്നതിന് ശേഷം ഞാൻ നേരെ മധുബനിലേക്കാണ് പോയത്. മധുബനിൽ നിന്ന് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഹിന്ദി ഭാഷ പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു. പക്ഷേ
ആ വന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ പോസിറ്റീവാക്കി മാറ്റി. എത്രത്തോളം പ്രശ്നം വരുമോ അതിനെല്ലാം ഞാൻ പോസിറ്റീവാക്കി മാറ്റി. അതിനനുസരിച്ചാണ് എനിക്ക് ഉയരാൻ പറ്റിയത്. जब मैं जैसे अभी आप लोगों ने राइटिंग देख रहे थे, ये मुरली कितनी अच्छी, मैं जब पढ़ता था तो रद्दी से डायरी ला करके पानी से धुलाई करके फिर लिखते थे, तो लिखा हुआ अक्षर फट जाता था. तो एक दिन फटा हुआ अक्षर दे करके टीचर को गुस्सा आया, डायरी को लेकर के दीवार पर फेंक दिया, तो धागा टूट गया, पूरा क्लास में पन्ने बिखर गए. तो मुझे बड़ा दिल में लगा. मैं सोचा मैं राइटिंग इतना अच्छा बनाऊंगा, लोग आगे चलकर उसको फ्रेम करके रखेंगे. तो एक बच्चे का राइटिंग अच्छा था, उसे क लिख लिया, क को 8 दिन, ग को 8 दिन, एक एक अक्षर के पीछे 8-8 दिन मेहनत की. 2 साल के बाद राइटिंग इतना अच्छा बना. आज मधुबन में 25 बोर्ड लिखने की सेवा मिली. आज कितना सुंदर राइटिंग बना. നോക്കണേ, ഈ ബ്രദർ എഴുതി വന്ന നിങ്ങൾ കണ്ടില്ല, എല്ലാവരും കൈവശം വന്നല്ലോ. ആ ബ്രദർ എത്ര മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ അത് എഴുതിയിരിക്കുന്നത്. ഈ ബ്രദർ പണ്ട് ഡയറി പറഞ്ഞില്ലേ, പഴയ ഡയറികളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിനെ കഴുകിയിട്ട് അതിനെ ഉണക്കും, എന്നിട്ട് അതിലാണ് എഴുതിയിരുന്നത്. ഒരു വട്ടം ഇദ്ദേഹം സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അങ്ങനെ എഴുതി ആ ഡയറിയിലെ ഹാൻഡ് റൈറ്റിംഗ് കണ്ട് ദേഷ്യം വന്നിട്ട് ടീച്ചർ അത് വലിച്ചെറിഞ്ഞപ്പോഴത്തേക്ക് ആ ഡയറി മൊത്തം പൊട്ടിയിട്ട് പേപ്പർ മുഴുവനും ക്ലാസ്സിൽ പറന്ന്. അപ്പോൾ ഈ ബ്രദർ ഉള്ളിൽ വിചാരിച്ച് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കും, നല്ല കൈയക്ഷരം കൊണ്ടുവരും എന്ന്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ഈ ഭായി എന്ത് ചെയ്തെന്നറിയോ, നല്ല ഒരു കുട്ടി ഉണ്ടായിരുന്നു നന്നായിട്ട് എഴുതുന്നത്. ആ കുട്ടിയുടെ എഴുത്ത് പഠിച്ച് അങ്ങനെ കുറേ നാൾ പരിശ്രമിച്ച് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആക്കി മാറ്റി. ഇന്ന് മധുബനിൽ 25 ബോർഡിൽ മുരളി എഴുതാനുള്ള ചാൻസ് ഈ ഭായിക്ക് കിട്ടി. എന്തുകൊണ്ടാണ്? കാരണം അത്രയും പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി മാറ്റിയതുകൊണ്ടാണ്. എത്ര മനോഹരമായിട്ട്, എത്ര ആർട്ട് ഭംഗിയോടുകൂടി എഴുതിയിരിക്കുന്നത് നോക്കണം. इतना ही नहीं, मैं जब ज्ञान में आने के बाद मेरा ITI पढ़ाई कर रहा था, उस समय घर से टिफिन आता था. टिफिन मतलब केवल सूखी रोटी आती थी और लाल मिर्ची डाल के खाता था. तो एक दिन बाबा की मुरली चली, बच्चे बाहर का भोजन नहीं खाना है, शुद्ध भोजन खाना है. तो मैंने सोचा मैं तो दूसरे के हाथ का बना हुआ खाता हूँ. मैंने उसी दिन प्रतिज्ञा की आज से बाहर का भोजन नहीं खाऊंगा. मुझे ना बनाने आता था ना पैसे था. मैंने घर में पत्र लिखा मुझे भोजन नहीं भेजो. 8 दिन तो मैं भूखा ही रहा. तो 8 दिन बाद किसी ने मुझे स्टोव दिया, एक पतीला दिया. 5 साल तक मैं पढ़ाई किया. 4 साल तक चावल उबाल करके गरम चावल पर शक्कर डाल के खाना खाया एक टाइम पर, लेकिन बाहर का भोजन नहीं खाया. लेकिन आज मधुबन में जहाँ 25,000 लोगों का भोजन बनता है उसमें बाबा ने रख दिया. നോക്കണേ, ഈ ബായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് IT-യിലാണ് പഠിക്കാൻ പോയത്. അപ്പോൾ IT-യിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് റൊട്ടിയും ചുമന്ന മുളകുമാണ് കൊടുക്കുന്നത്. വെറുതെ ഉണക്ക റൊട്ടിയും ചുമന്ന മുളകും ഇത് മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മുരളിയിൽ ബാബ പറഞ്ഞു, കുട്ടികളെ വെളിയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ ഭായി എന്ത് ചെയ്തെന്നറിയോ, ദൃഢപ്രതിജ്ഞ എടുത്തു, എനിക്കും ബാബ പറയുന്ന ഈ കാര്യം പാലിക്കുക തന്നെ വേണമെന്ന്. അങ്ങനെ വീട്ടിൽ ലെറ്റർ അയച്ചു, എനിക്കിനി മുതൽ ഫുഡ് കൊടുത്തു വിടണ്ട, ആഹാരം കൊടുത്തു വിടണ്ട എന്ന്. എന്നിട്ട് സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാനും അറിയില്ല, വെളിയിൽ നിന്ന് ആഹാരം കഴിക്കാനും പറ്റില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിന് ചോറുണ്ടാക്കാനുള്ള സാഹചര്യം ഒത്തു വന്നു. അങ്ങനെ 5 വർഷം IT-യിൽ പഠിച്ചതിൽ 4 വർഷം ചോറിൽ പഞ്ചസാര ഇട്ടിട്ട് മാത്രമാണ് കഴിച്ചത്. 5 വർഷം. എന്തിനാ? ബാബ പറഞ്ഞ ആ നിയമം പാലിക്കാൻ വേണ്ടി. എന്നിട്ട് ഇദ്ദേഹം പിന്നെ എവിടെ എത്തിയെന്നറിയോ, ഇന്ന് 25,000-30,000 പേർക്ക് ആഹാരം ഉണ്ടാക്കുന്ന മധുബനിലെ ഭണ്ഡാരത്തിലാണ് ഇന്ന് സേവനം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ തുടങ്ങിയിട്ട് ബാബ എവിടെ എത്തിച്ചെന്ന് നോക്കണം. इतना ही नहीं, मुझे मेरा घर तो महाराष्ट्र और कर्नाटक के बॉर्डर पर है. मुझे हिंदी नहीं आती थी, लेकिन जब मैं दिल्ली में गया तो मुझे कभी कभी लगता था मुझे भी किसी को ज्ञान सुनाना है, मुझे भी क्लास करना सीखना है. तो मैंने क्या किया, एक दिन 2-4 लोगों को बुला करके खड़े कुछ सुना रहा था. किसी ने मेरे को देख लिया, कहते आप क्या कर रहे थे? मैंने कहा इसे ज्ञान की चर्चा कर रहे थे, मुरली को रिपीट कर. कहते तुम्हारा काम नहीं, तुम कभी नहीं करना है, तुम्हें दिखना नहीं चाहिए. बहुत डांट लगाई. मैंने निगेटिव सोचने के बजाय मैंने सोचा इनकी कोई गलती नहीं, आज से मैं किसी को सुनाऊंगा नहीं. रोज एक हमारे पांडवन के सामने एक बगीचा था, बगीचे में बैठता था, गमले पड़े रहते थे फूलों के, गमलों को समझता था माताएं बैठे, यूथ बैठे. 10 साल तक रोज आधा घंटा 1 घंटा गमले के सामने बैठ करके ज्ञान सुनाने की प्रैक्टिस की. और करते करते आज 12,000 कॉलेज में, 1100 जेलों में,
कार्यक्रम करके क्लास करके इंडिया बुक ऑफ रिकॉर्ड में नाम दर्ज किया है। इतना ही नहीं, बहुत सारे भट्टी क्लासेस करता हो, अगर वो मुझे ऐसा ना बोलते, प्रैक्टिस ना करता, आज ये सेवा का मौका ना आता। नेगेटिव को पॉजिटिव में बनाए। അതായത് ഇദ്ദേഹം ജനിച്ചത് മഹാരാഷ്ട്രയിലും കർണാടകത്തിൻ്റെ ബോർഡറിലായിട്ടാണ്. അപ്പോൾ അവിടെ ഹിന്ദി ഇല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഹിന്ദി അറിയില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം മധുബനിൽ നിന്ന് ഡൽഹിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനും ആഗ്രഹം വന്ന് എനിക്ക് ആർക്കെങ്കിലും ജ്ഞാനം പറഞ്ഞു കൊടുക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഒരു 3-4 പേരെ പിടിച്ച് നിർത്തി ജ്ഞാനം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് വേറൊരു ബായി കണ്ടു. അപ്പോൾ ആ ബായി ചോദിച്ചു, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ ജോലിയല്ല, ഭാഷ അറിയില്ലല്ലോ, നിങ്ങളിതെങ്ങനെ ചെയ്യും? അപ്പോൾ ഇത് കേട്ടിട്ട് അദ്ദേഹം മനസ്സ് വിങ്ങിയിട്ട് അത് കളഞ്ഞിട്ട് പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ഇദ്ദേഹത്തിന് പൂന്തോട്ടത്തിൽ ആയിരുന്നു സേവനം. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ചെടികൾ മൊട്ട് വിരിഞ്ഞ് നിൽക്കുമല്ലോ, അപ്പോൾ അതിൽ മൊട്ട് പിന്നെ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ ഇതിലിങ്ങനെ വിചാരിക്കും ഇത് മാതാക്കളാണ്, ഇത് യൂത്താണ്, അങ്ങനെ വിചാരിച്ചിട്ട് പൂന്തോട്ടത്തിലിരുന്ന് ഡെയിലി 1 മണിക്കൂർ അരമണിക്കൂർ ഡെയിലി എന്ത് ചെയ്യായിരുന്നെന്നറിയോ, ഈ പൂക്കൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ പൂക്കൾക്ക് ക്ലാസ് എടുത്ത് ഇന്ന് ഇന്ത്യയിൽ 1200 ജയിലുകളിലും 1100 കോളേജുകളിലും ക്ലാസ് എടുത്ത് റെക്കോർഡിട്ട ആളാണ്. ഇത്രയധികം ഭട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. അന്ന് ആ ആൾ പറഞ്ഞ കാര്യം കേട്ടിട്ട് അതിനെ നെഗറ്റീവായിട്ട് എടുത്ത് അത് അവിടെ കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിലെത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തിന് എന്താക്കണം, പോസിറ്റീവ് ആക്കി മാറ്റണം. ये है सहन करने के परिणाम। सहन करने से हम पीछे नहीं आते, सहन करने से और आगे बढ़ते हैं। इतना ही नहीं, एक दिन मेरे को लगा कि एक क्लास करते 100-200 लोग, 1000 लोग सुनेंगे। अगर एक आर्टिकल लेख छपेगा तो कितना लोग पढ़ेंगे। ज्ञानामृत है, जैसे तमिलनाडु में संगम युगम में निकलता है, ऐसे कई मैगजीन्स हैं। तो मैंने क्या किया, रात को जाग करके एक लेख लिखा, रात भर जागा, लिखते लिखते 2 बज गया। फिर उसको दोबारा पढ़ा तो करेक्शन निकला, फिर 4 बजे तक फिर दोबारा लिखा। दूसरे दिन वो फोटो कॉपी करने के लिए एक भाई के पास लेके गया। मैंने कहा, भाई इसको फोटो कॉपी करो, जो भी पैसा है दूंगा। उसने ऊपर नीचे देखा, पता नहीं क्या हुआ, फाड़ के 25 टुकड़े करके कचरे में फेंका, जाओ बोल दिया। अब कितना गुस्सा आना चाहिए, थप्पड़ मारना चाहिए। मैं रात भर मेहनत की, अब फाड़ के फेंक दिया। मैंने सोचा इसमें कल्याण है, आज से फोटो कॉपी नहीं करूंगा, आज से एक लेख 5 बार लिखूंगा। और मैं बार बार लिख करके करेक्शन होता गया, लिखता गया। आज 40 मैगजीन का लेखक हूँ, 3000 से ज़्यादा लेख लिख चुका हूँ। ഇദ്ദേഹത്തിൻ്റെ അടുത്ത എക്സ്പീരിയൻസ് പറയാണ്. അതായത് നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ സഹനശക്തി എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും പുറകോട്ട് തള്ളപ്പെടില്ല. സഹിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ജീവിതത്തിൽ പുരോഗതി മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു, ഇതിപ്പം ഞാൻ 100 പേർക്കോ 1000 പേർക്കോ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്, പക്ഷെ ഞാൻ ഏതെങ്കിലുമൊക്കെ മാഗസീനിൽ എഴുതിയാലോ ഇഷ്ടം പോലെ ആളുകൾ വായിക്കും. കാരണം പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട് തന്നെ ഉണ്ട് സംഗമയുഗം എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും ഇറങ്ങുന്ന മാഗസീൻ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച്, ശരി എന്നാൽ ഈ ജ്ഞാനം മാഗസീനുകളിലൂടെ കൊടുക്കാമെന്ന്. അങ്ങനെ ഒരിക്കൽ ഇരുന്ന് എഴുതാൻ തുടങ്ങി. 8 മണിക്ക് എഴുതാൻ തുടങ്ങിയതാണ്. 10 മണിയായി, വീണ്ടും അതിനെ കറക്ഷൻ ചെയ്ത് 12 മണിയായി, വീണ്ടും കറക്ഷൻ ചെയ്ത് 4 മണിയായി. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് കറക്ഷൻ ചെയ്ത് ഇങ്ങനെ മേലെ എഴുതിയിട്ട് രാവിലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു കടയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് തന്നിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരണം. അയാളത് നോക്കിയിട്ട് എടുത്തിട്ട് അയാൾ കീറി അങ്ങ് കളഞ്ഞ്. അപ്പോൾ എത്ര ദേഷ്യം നമുക്ക് വരേണ്ടതാ. കാരണം ഞാൻ രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇത്രയും മെനക്കെട്ട് കഷ്ടപ്പെട്ട് എഴുതിയിട്ടുള്ള ആ ലേഖനം അങ്ങേരെന്ത് ചെയ്തു, കീറിക്കളഞ്ഞു. പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടില്ല, ഞാനത് സഹിച്ചു. എന്തിനാണെന്നറിയോ, ആ ആളിൻ്റെ അടുത്ത് യാതൊരു തരത്തിലും ദേഷ്യപ്പെട്ടില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇനി മേലെന്ത് ചെയ്യില്ല, ഫോട്ടോ കോപ്പി എടുക്കാൻ കൊണ്ടുപോകില്ല, മറിച്ച് ഇദ്ദേഹം തന്നെ ഇരുന്ന് തിരുത്തിയിട്ട് അത് വീണ്ടും എഴുതും. വീണ്ടും അതിൽ തിരുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും എഴുതും. ഇന്ന് ഏകദേശം 40 മാഗസീനിൽ ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വരുന്നുണ്ട്. 1500-ലധികം ലേഖനങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അന്നത്തെ ആ സാഹചര്യത്തിന് എന്ത് ചെയ്തു, മറികടന്നു. इतना ही नहीं, एक दिन किसी ने मेरे को कहा, आप इतने सारे कार्यक्रम करते, इसको फोटो नेट में डालो। मेरी तो पढ़ाई ज़्यादा की नहीं, मैंने 5वीं से 10वीं तक 5 क्लास पढ़ाई किया, मुझे इंग्लिश वगैरह कुछ आती नहीं थी, कंप्यूटर आता ही नहीं था। तो मैंने कुछ फ़ोटो CD में डाल करके एक भाई के पास लेके गया। मैंने कहा, भाई मेरा फ़ोटो कहीं नेट में डाल देना। उसने कहा, तुम तो पैसे का आदमी, तुम्हारे फ़ोटो नेट भी थोड़ी होते, ये तो बड़े महारथी की। मुझे लगा नेट क्या होती है, मुझे उसको सीखना है। और सीखते सीखते इतना सारा सीखा हूँ। आज यूट्यूब में, गूगल में BK भगवान भाई डालो,
10,000 से ज्यादा क्लासेस, बहुत सारे ब्लॉग, आज हर एक के जेब में बैठा हूं और हर एक की कितना सारा सेवा हो रहे हैं। अगर वो मुझे ऐसा ना बोलते हैं शायद मैं प्रैक्टिस ना करता। എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഭായിജി ഇത്രയും ക്ലാസ്സൊക്കെ എടുത്ത് സേവനമൊക്കെ ചെയ്യുന്നതല്ലേ, ഒരു കാര്യം ഇതൊക്കെ നെറ്റിൽ ഇട്ടൂടെ എന്ന് ചോദിച്ചു, ഈ ഫോട്ടോസൊക്കെ. അപ്പോൾ ഈ ഭായി എന്ത് ചെയ്തെന്നറിയോ, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് എല്ലാം കൂടി CD-യിൽ റൈറ്റ് ചെയ്തിട്ട് ഒരു ഭാര്യയെ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് എൻ്റെ ഫോട്ടോ ഇതും കൂടി ഈ സേവനത്തിൻ്റെ റിപ്പോർട്ടും കൂടെ നെറ്റിലൊന്ന് ഇടണമെന്ന്. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, നിങ്ങളുടേതാ, വലിയ വലിയ മഹാരഥികളൊക്കെ സേവനം ചെയ്യുന്നത് മാത്രമേ നമ്മൾ പബ്ലിഷ് ചെയ്യും, നിങ്ങളുടെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ അങ്ങനെ കേൾക്കേണ്ടി വന്നു, അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ പഠിക്കാം. അങ്ങനെ ഇദ്ദേഹം പഠിച്ച് ഇന്ന് നമ്മൾ ഗൂഗിളിൽ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ BK ഭഗവാൻ ഭായി എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചാനലുണ്ട്, വ്ളോഗുണ്ട്, 15,000-ഓളം ക്ലാസ്സുകളുണ്ട്. എന്ന് വെച്ചാൽ അതെല്ലാം പഠിച്ചു. അന്ന് ആ ഭായി എങ്ങാനും അത് ഇട്ട് കൊടുത്തിരുന്നെങ്കിലോ ഇന്നും അദ്ദേഹത്തിന് ഇതെന്താണെന്ന് അറിയ പോലുമില്ല. അന്ന് അദ്ദേഹം ഇടാതെ ഇദ്ദേഹത്തിനെ വെളിയിലാക്കിയത് കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു, ഇത് പഠിച്ചു. इसलिए मैंने केवल सुनाने की सहन करने से फायदा है, लेकिन आज मेरे जीवन के एक एक लोगों ने पत्थर मारे, उस पत्थर को मैंने सीढ़ी बनाई और जीवन में सफलता। आज भगवान भाई ऐसे नहीं बने, भगवान भाई बनने के लिए बहुत लोगों ने छने, मैं मंत्रा की बात ऐसी नहीं सुनाई, मेरे जीवन में जो मंत्राएं आई उन मंत्राओं ने मुझे कितना महान बनाया। इसलिए बड़ा बनने के लिए सहना पड़ता है, बिना सहन करते कोई बड़ा नहीं बन सकता। इसीलिए वर्तमान समय सहन शक्ति बहुत जरूरी है. അതുകൊണ്ട് ഞാൻ ക്ലാസ് കേൾപ്പിക്കുകയല്ല നിങ്ങളുടെ അടുക്കൽ ചെയ്തത്, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു അതിനെ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്തതെന്നുള്ള അനുഭവമാണ് നിങ്ങളുടെ അടുക്കൽ പറഞ്ഞത്. ആരെല്ലാം എന്നെ കല്ലെറിഞ്ഞോ ആ കല്ലുകളെല്ലാം വെച്ച് ഞാൻ പടിയുണ്ടാക്കി എന്ത് ചെയ്തു, മുകളിലേക്ക് കയറി. അങ്ങനെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് മേലെ വന്നതല്ല, എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതിനെല്ലാം മുകളിലേക്ക് ഉയരാനുള്ള ആ ഒരു സാഹചര്യമാക്കി മാറ്റി മുകളിലേക്ക് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് സഹനശക്തി വരണം, കാരണം എന്നാലേ നമ്മൾക്ക് മഹാനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. इसलिए वर्तमान समय अगर अपनी स्थिति को, जैसे आप लोग भी माताएं हैं वैसे हम भी माताओं का ही काम करते हैं. आपका तो इतनी सी कढ़ाई होगी, हमारे तो 6,000 लोगों की कढ़ाई, बहुत बड़ी कढ़ाई. आपका तो 2 बच्चे स्कूल में जाते होंगे, हमारे कितने लोग जाते हैं माउंट आबू से, एक दिन में 6,000 लोग जाते हैं. कितनी बड़ी गृहस्थी है, लेकिन उसमें रहते हुए भी हल्के होकर के सदा पॉजिटिव रह करके, तो ऐसे हमें क्या करना है, सहन शक्ति की देवी बननी है. और जो सहन शक्ति की देवी है वो शिव शक्ति बन सकते, शक्तिशाली बन सकते हैं. इसीलिए अब परचिंतन नहीं, विरत नहीं, सबको इस भट्टी में सुहा करके जाना है और पॉजिटिव बन के जाना है, समर्थ बन के जाना है. और इसीलिए 2023 की बातें 24 में नहीं लाना, सदा पॉजिटिव बनकर रहना. ठीक है, इसी के साथ धन्यवाद. ओम शांति. അതുകൊണ്ട് മാതാക്കളെ, നിങ്ങൾ മാതാക്കളാണ്. ഭായി സാബ് പറയായിരുന്നു, ഞങ്ങളും മാതാക്കളുടെ ജോലിയാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലെ ചീനച്ചട്ടി ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ അവിടുത്തെ ചീനച്ചട്ടിയാണെങ്കിൽ 6,000 പേർക്ക് ആഹാരം ഉണ്ടാക്കുന്ന ചീനച്ചട്ടിയാണ് ഇവർ ഇളക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 2-3 കുട്ടികളായിരിക്കും സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ. നമ്മുടെ അവിടെ നിന്ന് ഡെയിലി ആയിരക്കണക്കിന് ആളുകളാണ് മധുബനിയിൽ നിന്ന് പഠിച്ചിട്ട് ഡെയിലി തിരിച്ചു പോകുന്ന ആളുകൾ. ഇത്രയും പേർക്കുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് എത്രത്തോളം സഹനശക്തി ധാരണ ചെയ്യുന്നുവോ, സാഹചര്യങ്ങളെ എല്ലാ മോശമായതിനെയും നല്ലതാക്കി മാറ്റുന്നുവോ, അതിനനുസരിച്ച് സഹനശക്തിയുടെ ദേവിയാകാൻ പറ്റും, നമുക്ക് മുകളിലേക്ക് ഉയരാൻ പറ്റും. ഈ ഭട്ടി കഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് തൻ്റെ ഉള്ളിലുള്ള ഒരുപാട് നെഗറ്റീവ്, ദേഷ്യം, സഹനശക്തി ഇല്ലായ്മ, ഇതെല്ലാം ഈ ഭട്ടിയിൽ സ്വാഹ ചെയ്തിട്ട് തിരിച്ചു പോകണം. അതിലൂടെ നമ്മളുടെ ഒരുപാട് ഉന്നതി ഉണ്ടാകും. ഓക്കെ, ഓം ശാന്തി. बाकी तो मेरे अनुभव तो बहुत हैं, लेकिन मैंने आपको शॉर्ट में बताया. केवल अनुभव सुनते रहेंगे तो 2 घंटे का अनुभव ही है. कितनी प्रॉब्लम आई, कितनी. आज आप दुनिया को बदल रहे हैं, तो क्या आपके पति को, आपके सास को नहीं बदल सकते? उसको पॉजिटिव से बदलो, गुस्सा करके नहीं बदलना. बच्चों को नहीं बदल सकते, शुभ वाइब्रेशन से बदल सकते. इसलिए पॉजिटिव बनो, सकारात्मक. अगर आपके घर में कोई बच्चा शराब पीता है, पति शराब पीता है, गुस्सा करता है, कमी पति की नहीं, कमी आपकी खुद की है. आप खुद अच्छे बनो, पति भी बदल जाएगा, बच्चे भी बदल जाएंगे.
അതുകൊണ്ട് അനുഭവം പറയാനിരുന്നാൽ ഒരുപാടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിട്ടിട്ടുണ്ട്. 2 മണിക്കൂറിൽ കൂടുതൽ ഞാൻ സംസാരിക്കേണ്ടി വരും. പിന്നൊരു കാര്യം പറയുന്നത്, നോക്കൂ, നിങ്ങൾ മുഴുവൻ ലോകത്തിനെയും പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയിരിക്കുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പതിയെ പരിവർത്തനപ്പെടുത്താൻ പറ്റില്ലേ? നിങ്ങളുടെ മക്കളെ പരിവർത്തനപ്പെടുത്താൻ പറ്റില്ലേ? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ തലതിരിഞ്ഞാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത് അവരുടെ മാത്രം കുഴപ്പമല്ല, നിങ്ങളുടെയും കൂടി കുഴപ്പമാണ്. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നുവോ, നല്ലവരാകുന്നുവോ, തീർച്ചയായിട്ടും നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ പതിയും നിങ്ങളുടെ മക്കളും മാറും. നിങ്ങളുടെ ശുഭ വൈബ്രേഷനിലൂടെ, നിങ്ങളുടെ നല്ല പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് അവരെയും പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ठीक है. ओम शांति.